തൊട്ടു മുമ്പേ ഏകാദശ സ്കന്ധത്തിലെ സിദ്ധികളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഉദ്ധവർ 7-ാം അധ്യായം മുതൽക്ക് 29 കൂടിയുള്ള അധ്യായങ്ങൾ ഉദ്ധവർ ഭഗവാൻ ഈശ്വര സാക്ഷാത്കാരം ഭഗവാനെ എങ്ങനെ പ്രാപിക്കാം എന്നതിനെക്കുറിച്ചുള്ള വിസ്തരിച്ചുകൊണ്ടുള്ള ഓരോ ഭക്തൻ്റെയും സന്ദേഹങ്ങളെ ഭഗവാനോട് ചോദിച്ച് സാധാരണ ജനങ്ങൾക്ക് ഭഗവാനെ പ്രാപിക്കാനുള്ള വിവിധ തരം ഉപാധികളെക്കുറിച്ച് ഭഗവത് മുഖത്തുനിന്ന് തന്നെ എങ്ങനെയാണോ അർജുനന് ഭഗവത്ഗീത ആത്മവിദ്യ സാധ്യമായത്, അതേപോലെ ഉദ്ധവർക്ക് ഉദ്ധവഗീതയായി ഇത്രയും അധ്യായങ്ങളിലൂടെ ഭഗവാൻ തന്നെ ഉപദേശിക്കുന്നതാണ്. അതിൽ 21 ചോദ്യങ്ങളായിട്ടാണ്. അതിൽ ഉദ്ധവർക്ക് ഭഗവത്ഗീതയിൽ വിസ്തരിച്ചിട്ട് ഉപദേശിച്ചിട്ടുള്ള അർജുനനെ നിമിത്തമാക്കി ഉപദേശിച്ചിട്ടുള്ള വിഭൂതി വിസ്തര യോഗത്തെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. അതിലേറ്റവും വലിയ സാദൃശ്യം എന്ന് പറയുന്നത് ഭഗവത്ഗീതയിൽ വിഭൂതി വിസ്തര യോഗം 10-ാമത്തെ അധ്യായമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഉദ്ധവർക്കും അതെ 10-ാമത്തെ ചോദ്യമായിട്ടാണ് ആ വിഭൂതി വിസ്തരിച്ച് പറയാനായിട്ട്, വിഭൂതികളെക്കുറിച്ച് വിസ്തരിച്ച് പറയാനായിട്ട് ഇതാ ഭഗവാനോട് ഉദ്ധവൻ 10-ാമത്തെ ചോദ്യമായിട്ടാണ് ചോദിക്കുന്നത്. കുറച്ചു മുമ്പേ പ്രഭാഷണത്തിൽ നമ്മൾ അനുസ്മരിച്ചു, ഭഗവത് ഭക്തി സിദ്ധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് സാധാരണ ആളുകളെക്കാൾ കൂടുതലായിട്ട് സിദ്ധികളുണ്ടായി വരും. നമുക്ക് മനസ്സിനെ ജയിക്കാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ മനസ്സിൻ്റെ പരിമിതികളെ മറികടക്കാനായിട്ട് കഴിയും. അപ്പോൾ ഭഗവത് അനുഗ്രഹം കൊണ്ട് മറ്റു പലർക്കും സാധിക്കാത്ത പലതരത്തിലുള്ള സിദ്ധികളെ നമുക്ക് കൈവരിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഭഗവാൻ പറയുന്നുണ്ട്, ആ സിദ്ധികളിൽ ഉള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഭഗവത് വിഭൂതി തന്നെയാണ് ആ സിദ്ധി എങ്കിലും ആ സിദ്ധി കൊണ്ട് നമ്മൾ അതിൽ ഭ്രമിച്ച് അതിൻ്റെ അറ്റത്തേക്ക് നോക്കുകയാണെങ്കിൽ ഭഗവത് പ്രാപ്തി എന്നിട്ടുള്ള ആ ഒരു ചിന്തയെ നമ്മൾ വെടിഞ്ഞ് നമ്മുടെ ചിന്ത മുഴുവൻ സിദ്ധിയിലായി പോവുകയും അതിൽ ഭ്രമിച്ചുകൊണ്ട് മായയിൽ ഭ്രമിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണോ അധപതിക്കുന്നത് അതേപോലെ സിദ്ധികളിൽ ഭ്രമിച്ച് ഭഗവത് പദത്തിലെത്തുന്ന ഭഗവത് മാർഗങ്ങളെ ഭക്തിയിൽ നിന്ന് നമ്മൾ കുറേ പിന്നാക്കം പോരും എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഉദ്ധവ ഈ സിദ്ധികളിൽ ഭ്രമിക്കേണ്ട എന്ന് പറയുകയാണ്. അതൊക്കെ സിദ്ധിച്ചു കഴിഞ്ഞാലും ഭഗവത് പ്രാപ്തിയാണ് ഓരോ ജീവൻ്റെയും ലക്ഷ്യമെന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. അങ്ങനെ ഉദ്ധവർക്ക് ഈ സിദ്ധികളെക്കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞു കടന്നതിന് ശേഷം സിദ്ധികളുണ്ടാവാൻ വേണ്ടി ഉപാസന ചെയ്ത് നമ്മുടെ ഉപാസനയെ നമ്മൾ പരിമിതപ്പെടുത്തരുത് എന്ന് പറയുകയാണ്. കാരണം നമ്മുടെ മഹത്തായ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ്, ആ ഭഗവത് പ്രാപ്തിയാണ്. അതിനുതകുന്ന മാർഗങ്ങളെയാണ് നാം സ്വീകരിക്കേണ്ടത് എന്ന് പറയുന്നു. അപ്പോൾ ഉദ്ധവർ ഇതാ എങ്ങനെയാണോ പാർത്ഥനെ നിമിത്തമാക്കിയിട്ട് നമുക്ക് എല്ലാ മാനവരാശികൾക്കും ഭഗവത്ഗീതയെ ഭഗവാൻ ഉപദേശിച്ചത്, അതേപോലെ ഉദ്ധവരെ നിമിത്തമാക്കിക്കൊണ്ട് നമുക്ക് അനുഷ്ഠിക്കാനുള്ള ആ മാർഗങ്ങളെപ്പറ്റി ഭഗവാൻ തന്നെ പറഞ്ഞു വരികയാണ്. അതിൽ ഉദ്ധവർ ചോദിക്കുന്നു, പലതരത്തിലുള്ള ഉപാസകരാണ്. സാധാരണ പറയും ഭഗവാനെ 2 തരത്തിലാണ് നമ്മൾ ഉപാസിക്കുക, സഗുണമായിട്ടും നിർഗുണമായിട്ടും ഉപാസിക്കും. സഗുണമായിട്ട് ആരാധിക്കും, നിർഗുണമായിട്ടും ആരാധിക്കും. അതിൽ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഭഗവത് വിഭൂതിയല്ലാതെ ഭഗവാൻ അല്ലാതെ ഈ ജഗത്തിൽ വേറൊന്നുമില്ല. സർവം ഖൽവിദം ബ്രഹ്മ എന്നാണ് പറയുക. സർവം ഖലു ഇതം ബ്രഹ്മ, ബ്രഹ്മമല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല. ഈശാവാസ്യം ഇതം സർവം, എല്ലാം ഈശ്വരനാണ് ഇവിടെ ഉള്ളത്. വാസുദേവ സർവമിതി സ മഹാത്മാസു ദുർലഭ, അല്ലേ? വാസുദേവൻ അല്ലാതെ വേറൊന്നും തന്നെ ഈ ജഗത്തിലില്ല. വാസുദേവൻ എന്ന വാക്കുപോലും വാസനാദ് വാസുദേവസ്യ വാസിതം ഭുവനത്രയം എന്നാണ് പറയുക. അപ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ വിളങ്ങുന്ന ആ ചൈതന്യമാണ് ഭഗവാൻ എന്നവിടെ ഉദ്ഘോഷിക്കുകയാണ്. പക്ഷേ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഭഗവാനിലേക്ക് എത്താനായിട്ട്, ഭക്തി മാർഗത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് ചെറിയ ചെറിയ പടികൾ കയറിയിട്ട് വേണം.
ആദ്യം തന്നെ ഏറ്റവും ഹയർ ഓർഡറിൽ നമുക്ക് എത്താനായിട്ട് പറ്റില്ല. പടിപടിയായിട്ട് ക്രമാനുഗതമായിട്ട്, അതാണ് ക്രമമായിട്ടുള്ള മുക്തി, സദ്യോമുക്തി എന്ന് പറയും. അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഭഗവത് പ്രാപ്തി തന്നെയാണ് മുക്തി. അപ്പോൾ ഭഗവത് പദത്തിലേക്ക് എത്താനായിട്ട് ക്രമമായ പടികൾ വേണം. ആ പടികളിലൂടെ ചെന്നാണ് അവസാനം നമ്മൾ ആ ഉയർന്ന പടിയിലെത്തുക. പടി 6 കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും എന്ന് പറയണ പോലെ. അപ്പോൾ അതിൽ ക്രമമായ പടികളിൽ സാധാരണക്കാരന് എങ്ങനെയാണ് ഭഗവാനെ ആരാധിക്കാനായിട്ട് കഴിയുക? കാരണം കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു സാധനം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ ചെറിയ കുട്ടികളെ എടുത്താൽ അറിയാം, വളരെ ചെറിയ കുട്ടികളാവുമ്പോൾ അവർക്ക് വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, ആദ്യം തുടങ്ങുന്നത് ഒരിക്കലും അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാവില്ല. കാരണം മൂർത്തമായ ഒന്നിനെ നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയും, അമൂർത്തമായ ഒന്നിനെ ഗ്രഹിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഗുണവിശേഷങ്ങൾ, സൗന്ദര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഗുരുവായൂരപ്പൻ്റെ സ്വരൂപം മനസ്സിലേക്ക് വരണം. ആ സൗന്ദര്യോത്തരതോപി സുന്ദരതരം എന്ന് മേൽപ്പത്തൂർ വാഴ്ത്തുമ്പോൾ ആ സച്ചിദാനന്ദക്കട്ടയുടെ പരമാനന്ദം ദ്യോതിപ്പിക്കുന്ന ആ സുന്ദര മുഖം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങോട്ട് വരും. അപ്പോഴാണ് സൗന്ദര്യം എന്നത് നമുക്ക് മനസ്സിലാവുക. സുന്ദരമായ എന്തെങ്കിലും വസ്തുവിനെ കൊണ്ട് മാത്രമേ നമുക്ക് സൗന്ദര്യം ദർശിക്കാനാവൂ. ഇതേപോലെ ധൈര്യം, ധീരത എന്നൊക്കെ പറയുമ്പോൾ അത് ഗുണങ്ങളാണ്. ഈ ഗുണങ്ങൾ മൂർത്തരൂപമായി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ധൈര്യം എന്താണ്. അതുപോലെ ക്ഷമ, തപസ്, ഇതൊക്കെ നമുക്ക് വരുന്നത് ശരിക്കും കോൺക്രീറ്റ് ആയിട്ട് നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു ആ മൂർത്തീഭവിച്ചുകൊണ്ട് ഒരു മൂർത്ത രൂപം, പേഴ്സോണിഫൈഡ് ആവണം. അങ്ങനെ വരുമ്പോഴേ നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയൂ. അതാണ് ആ ഭക്തിയുടെ പടികളിലേക്ക് ആദ്യപടിയായിട്ട് എത്തേണ്ടത്. അപ്പോൾ സഗുണ ഉപാസനയിലൂടെയാണ് അധിക പേരും, വളരെ മഹാത്മാക്കളാണ്, സുദുർലഭ നേരത്തെ പറഞ്ഞു വെച്ചു. വാസുദേവ സർവമിതം, അല്ലെ, എല്ലാം വാസുദേവനാണ്. വാസുദേവ സർവം ഇതി സ മഹാത്മാ സുദുർലഭ, ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള മഹാത്മാക്കൾ വളരെ വളരെ ദുർലഭമാണ്. അപ്പം സാധാരണക്കാരെ മെജോറിറ്റിയും നമുക്ക് മൂർത്തമായ ഒന്നിലൂടെ മാത്രമേ അമൂർത്തമായ ഒന്നിലേക്ക് സഞ്ചരിക്കാനായിട്ടാവുള്ളൂ. അതുകൊണ്ടാണ് ആ ഭഗവത് സ്വരൂപം വിരാട് പുരുഷനായിട്ട് പുറത്തും ഏറ്റവും സൂക്ഷ്മമായിട്ട് ജീവനായിട്ട് അകത്തും. ആ സൂക്ഷ്മരൂപം എന്ന് പറയുമ്പോൾ അതിനെ ഏറ്റവും സൂക്ഷ്മമായതിനെ ഗ്രഹിക്കാനും വളരെ വളരെ പ്രയാസമാണ്. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, നമ്മുടെ ശരീരത്തിലെ ഒരു രോമമെടുത്ത് അതിനെ 100 ഗണ്ഡങ്ങളാക്കി അതിലൊരു ഗണ്ഡം നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയില്ല. അതിൻ്റെ അറ്റം, ആ അഗ്രഭാഗം 100 ഗണ്ഡമാക്കി കഴിഞ്ഞാൽ അതിലത്തെ ഒരു ഗണ്ഡമെടുത്താൽ എത്ര സൂക്ഷ്മമാണോ അത്രയും സൂക്ഷ്മമാണ് ജീവൻ്റെ അവസ്ഥ. അത്രയും സൂക്ഷ്മരൂപത്തിലാണ് ഭഗവാൻ നിലകൊള്ളുന്നത്. ഇനി അതിൻ്റെ പെരുപ്പിച്ച് വരുമ്പോൾ വിരാട് സ്വരൂപമാകുമ്പോൾ ഈ പ്രപഞ്ചവും കഴിഞ്ഞ് പ്രപഞ്ചമല്ലാത്ത സ്ഥലവുമുണ്ട്. അപ്പം അത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യം. അപ്പം 2 തരത്തിലും, ഏറ്റവും സൂക്ഷ്മരൂപത്തിലും ഏറ്റവും സ്ഥൂല രൂപത്തിലും ഭഗവാൻ നിലകൊള്ളുകയാണ്. അതാണ് പാദോസ്യ വിശ്വാഭൂതാനി ത്രിപാദസ്യാമൃതം ദിവി എന്ന് പറയും. വിശ്വം എന്ന് പറയണ, ഈ കാണപ്പെടുന്ന വിശ്വം എന്ന് പറയണത് പാദോ അസ്യ വിശ്വാഭൂതാനി ത്രിപാദസ്യാമൃതം ദിവി. വിശ്വം ഭഗവാന്റെ ഒരു പാദം, അത്രയേ ഉള്ളൂ. പ്രപഞ്ച സമ്പർക്കമില്ലാത്ത എത്രയോ ഭാഗങ്ങൾ ഇനിയുമുണ്ട്. അതൊക്കെ ഭഗവത് ചൈതന്യം നിറകൊള്ളണതാണ്. അത്യതിഷ്ഠ ദിശാങ്കുലം എന്ന് പറയുന്നുണ്ട്. അതിൽ ബ്രഹ്മാണ്ടമെല്ലാം കടന്നിട്ട് 10 അങ്കുലം വീണ്ടും. അപ്പം ഭഗവാന്റെ സ്വരൂപത്തെ നമുക്ക് വാക്കിലേക്ക് ഒതുക്കുക, നമ്മുടെ ചിന്തയിലേക്ക് ഒതുക്കുക എന്നത് വളരെ വളരെ ദുഷ്കരമാണ്. പക്ഷേ ഭഗവാനെ അറിയണമെങ്കിൽ എന്തെങ്കിലും ഒരു ഉപാധി വേണം താനും. അതുകൊണ്ട് ആ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യത്തെ എങ്ങനെയാണ് നമ്മൾ ഉപാസിക്കുക, എങ്ങനെയാണ് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, മനുഷ്യൻ നമ്മൾ ഏറ്റവും ഉദാത്തമായ സൃഷ്ടിയെന്ന് അഹങ്കരിക്കാറുണ്ട്. കാരണം നമുക്ക് പലതും സാധിക്കുന്നുണ്ട്. ചില സമയത്ത് ഈശ്വരനെ മറികടന്നുകൊണ്ട് അഹംബോധം നമ്മളിൽ വരാറുണ്ട്. കാരണം എന്താ, ഞാനാണ് ഇതൊക്കെ ചെയ്യണത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കാറ്റില്ല.
കാറ്റില്ലാത്തൊരു സ്ഥലത്ത് നമുക്ക് കാറ്റ് കൊള്ളാനായിട്ട് എത്ര ഫാനുകളാണ്. ഇതൊക്കെ നമ്മളാണ് ചെയ്യണത്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് ഇതൊക്കെ കണ്ടെത്തുമ്പോൾ, പലതും ശാസ്ത്രത്തിൻ്റെ മാർഗത്തിലൂടെ നാം കണ്ടെത്തുമ്പോൾ ചിലപ്പോഴെങ്കിലും നമുക്ക് അഹങ്കാരം തോന്നാറുണ്ട്. കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്താണ് നമ്മൾ എന്നുള്ളൊരു തോന്നൽ. നമ്മളെപ്പോഴും പറയാറുള്ളത് എവറസ്റ്റ് കീഴടക്കി എന്നാണ്. നമ്മൾ പ്രപഞ്ചത്തിനെ കീഴടക്കി എന്നാണ് പറയാറ്. സത്യത്തിൽ ഈ പ്രപഞ്ചത്തിലെ ഒരു അണു മാത്രമാണ് നമ്മൾ. നന്നായിട്ടൊരു കൊടുങ്കാറ്റ് വീശിക്കഴിഞ്ഞാൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന കാറ്റ് എവിടെയാ? ആ കൊടുങ്കാറ്റിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണില്ല. ജലം, ഈ ജലം എന്നത് എങ്ങനെയാണ് ഒരു വെള്ളപ്പൊക്കമായിട്ട് വല്ലാത്തൊരു സ്രോതസ്സായിട്ട് വരുമ്പോൾ അതിനെ നമുക്ക് നിയന്ത്രിക്കാനാവണില്ല. അതേപോലെ വായു, അങ്ങനെയെല്ലാം പഞ്ചഭൂതങ്ങളെല്ലാം നമ്മൾ മനുഷ്യൻ്റെ പരിമിതമായ ബുദ്ധിയിൽ നിന്നുകൊണ്ട് ഇതൊക്കെ നേടിയെടുത്തു എന്ന് അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ച ശക്തി ഒന്ന് ഉണർന്നാൽ അതിൽ വെറും നിസ്സാരക്കാരനാണ് എന്ന് നമ്മളെ കൊറോണ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? ചെറിയ സൂക്ഷ്മമായ നമുക്ക് കാണാൻ കഴിയാത്ത ഒരു ഇത്തിരി കുഞ്ഞനായ വൈറസ് ഈ ലോകത്തെ മുഴുവൻ നിശ്ചലമാക്കി അവിടെ നിന്നു. വേദാന്ത തത്വത്തെ നമ്മൾ ഒന്നും പറയാതെ തന്നെ നമുക്ക് ബോധ്യമാവുന്നൊരവസ്ഥയായിരുന്നു അത്. ശരിക്കും എന്താണ് എന്നുള്ളത് സത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരവസ്ഥ, പ്രപഞ്ച സത്യം. പിന്നെയും നമ്മളെ മായ അല്ലേ, നമ്മളെ ഭ്രമിപ്പിക്കുന്നു. അങ്ങനെ നമ്മളെ ജീവിതം തുടരുന്നു, അത് വേറെ വശം. അപ്പോൾ നമ്മൾ നോക്കുക, ശരിക്കും ജലം എന്നത് നമുക്ക് ഒരു ദിവസം എത്ര വെള്ളം കുടിക്കാനായിട്ട് വേണം? ഈ പ്രകൃതിയിലെ ഇത്രയധികം ജലാശയങ്ങളുടെ സ്രോതസ് ഉള്ളത് കൊണ്ട് നമുക്കതിൻ്റെ മൂല്യം അറിയുന്നില്ല. നമ്മൾ വെള്ളം ഒരു കുപ്പി വാങ്ങുമ്പോൾ എത്ര വില കൊടുത്തിട്ടാണ്. അതേപോലെ നമ്മൾ ശ്വസിക്കുന്ന ഈ ശുദ്ധവായു, അതില്ലാത്ത സമയത്ത്, വീർപ്പ് മുട്ടുന്ന സമയത്ത് ഒരു ഓക്സിജൻ പാർലറിൽ കയറിക്കഴിഞ്ഞാൽ 1 മണിക്കൂറിലേക്ക് നമുക്ക് എത്ര രൂപയ്ക്കാണ് നമ്മൾ ശ്വസിക്കുന്നത്? അത് നമ്മുടെ ആയുഷ്കാലം നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് തീർക്കാൻ പറ്റുമോ? ആ മൂല്യമെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടേ? നമ്മുടെ ഒരു ആയുസ് കൊണ്ട് സമ്പാദിക്കുന്ന മൂല്യം കൊണ്ടുള്ളതാണോ നമുക്ക് ചുറ്റും പ്രകൃതി, ഈ ഈശ്വരൻ ഒരുക്കിയിരിക്കുന്ന ആ കാര്യങ്ങളൊക്കെ എന്ന് മനസ്സിലാക്കിയാൽ അറിയാം മനുഷ്യൻ എത്രമേൽ നിസ്സാരനാണ്. ആ നിസ്സാരത്വത്തിൽ നിന്നാണ് ഭഗവാനെ നമ്മൾ ആദ്യം അറിയുക. അഹം എന്ന ബോധത്തിൽ നിന്ന് നമ്മൾ ഈ വിശ്വം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന പ്രപഞ്ചശക്തിയാകുന്ന ഈശ്വരൻ എന്ന അറിവിലേക്ക് വരുമ്പോൾ ദാസോഹം എന്ന ചിന്തയിലേക്ക് നമ്മൾ വരും. ആ ദാസോഹം എന്ന ചിന്തയിൽ നിന്ന് ദാസനായി നിന്നുകൊണ്ട് ഭഗവാന്റെ ആ ദാസഭാവത്തിൽ നിന്നുകൊണ്ട് ഇതെല്ലാം എന്നിൽ വസിക്കുന്ന ഭഗവാന്റെ മഹിമയാണ് എൻ്റെ മഹത്വം എന്ന് തിരിച്ചറിഞ്ഞ് അവസാനം ഞാൻ എന്നതില്ല, ഭഗവാനേ ഉള്ളൂ എന്ന തത്വത്തിലേക്ക് വരുമ്പോഴേക്കും സോഹം എന്നതിലേക്ക് വരുന്നു. അങ്ങനെ അഹത്തിൽ നിന്ന് ഭക്തിയിലൂടെ ദാസോഹത്തിൽ വന്ന് അതിൽ നിന്ന് നിർഗുണ ഉപാസനയിലൂടെ എത്തി പുറത്തും അകത്തും വസിക്കുന്ന ചൈതന്യം ഈശ്വരൻ തന്നെ. അങ്ങനെയാണ് സ അഹം എന്ന രീതിയിലേക്ക്, ആ ശിവോഹം എന്ന രീതിയിലേക്ക് നമ്മൾ എത്തണത്. അപ്പോൾ ഭഗവാനോട് ചോദിക്കുന്നു, ഉദ്ധവർ ചോദിക്കുന്നു, സാധാരണക്കാർക്ക് ഈശ്വരപ്രാപ്തിക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ്? പലയിടത്തും കേട്ടിട്ടുണ്ടല്ലോ ഭഗവാനെ, അവിടുത്തെ വിഭൂതിയെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് അത് വ്യത്യാസം? കാരണം അദ്വിതീയമാണ്. ദ്വിതീയം എന്ന വാക്ക് ഭിന്നഭാവമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ചില വസ്തുക്കൾ ശ്രേഷ്ഠമായിട്ട് ചില വസ്തുക്കൾ അത്ര തന്നെ ശ്രേഷ്ഠമല്ല, ആ രീതിയിൽ വിഭൂതികൾ പ്രകടമാകണത് എന്ന് അതിനെപ്പറ്റി എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ആ സർവവ്യാപകമായിട്ടുള്ള ഈശ്വര ശക്തിയെ ഭഗവാൻ പറയുന്നു ഉദ്ധവരോട്, ആ സംശയത്തെ ദൂരീകരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഈ കാണുന്ന സകലതും സമസ്ത വസ്തുക്കളിലും കുടികൊള്ളണത് ഞാൻ തന്നെയാണ്. സർവവ്യാപിയായിട്ടുള്ളത് ഞാൻ തന്നെയാണ്. സ്ഥലേ വിഷ്ണു, ജലേ വിഷ്ണു, വിഷ്ണു ആകാശമുച്യതേ, സ്ഥാവരം ജംഗമം വിഷ്ണു, സർവം വിഷ്ണുമയം ജഗത്ത്. ഈ ജഗത്ത് മുഴുവൻ വ്യാപിക്കുന്നത് കൊണ്ടാണ്, ചൈതന്യം വ്യാപന ശക്തിയുള്ളത് കൊണ്ടാണ് വിഷ്ണു എന്ന പദം തന്നെ വന്നത്. അപ്പോൾ ഇവിടെ ഭഗവാന്റെ അല്ലാതെ ആയിട്ട് ഒന്നുമില്ല. പക്ഷേ അതേ സമയത്ത് ഭഗവാന്റെ വിഭൂതികൾ, വിഭൂതി എന്ന് തന്നെ പറയാം, വിശേഷേണയുള്ള ആ അനുഗ്രഹം ലഭിച്ച, ആ ഐശ്വര്യം ലഭിച്ച, ആ കീർത്തി, ആ ഓജസ്, തേജസ് കൂടുതൽ പ്രകടമാകുന്നത് അതാണ് വിഭൂതി. സൂര്യൻ നന്നായിട്ട് പ്രകാശിക്കുന്നുണ്ട്. എല്ലായിടത്തും സൂര്യൻ ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം സൂര്യനൊരു പക്ഷഭേദവും ഇല്ല. ചിലയിടത്ത് കുറച്ച് പ്രകാശിക്കുക, ചില ആളുകളുടെ അടുത്തേക്ക് അല്ലെങ്കിൽ ചില ഭാഗങ്ങളിലേക്ക് കുറച്ച് കൂടുതൽ പ്രകാശിക്കുക, അങ്ങനെയില്ല. തൻ്റെ തേജസ് എല്ലായിടത്തും ഒരുപോലെ പ്രസരിപ്പിക്കുന്നു. പക്ഷേ വാങ്ങുന്ന നമ്മൾ, അത് സ്വീകരിക്കുന്ന പദാർത്ഥങ്ങളാണ് വ്യത്യസ്തം.
ഒരു കല്ലാണ് സ്വീകരിക്കുന്നത്, ഒരു പാറയാണ് അത് സ്വീകരിക്കുന്നതെങ്കിൽ ആ സൂര്യൻ്റെ ചൂടിനെ ഏറ്റുവാങ്ങുന്നുണ്ടെന്നുള്ളൂ. ആ സൂര്യൻ്റെ പ്രഭയെ പ്രതിഫലിപ്പിക്കാനായിട്ട് ഇതിന് കഴിയുന്നില്ല, പാറയ്ക്ക് കഴിയണില്ല. എന്നാൽ അവിടെ ഒരു സ്ഫടികമാണ്, ഒരു ഗ്ലാസ് ആണ് എങ്കിലോ ആ സൂര്യൻ്റെ പ്രഭാവം ആ ഗ്ലാസ് ഏറ്റുവാങ്ങി, ആ പ്രതലം ഏറ്റുവാങ്ങി അതിനെ എന്ത് ചെയ്യുന്നു? പ്രതിഫലിപ്പിക്കുന്നു. അപ്പൊ പലയിടത്തും സൂര്യൻ്റെ തെളിച്ചം എങ്ങനെയാണ് വരുന്നത്? സൂര്യൻ ഒരേപോലെ പ്രകാശിക്കുന്നുണ്ടെങ്കിലും അത് പലതിലും പല രീതിയിൽ കാണപ്പെടുന്നു. ചിലതിൽ പ്രകാശം കൂടുതലായിട്ടും ചിലതിൽ പ്രകാശം കുറഞ്ഞും കാണപ്പെടുന്നു. അത് സൂര്യൻ്റെ പ്രത്യേകത പറഞ്ഞാൽ സ്വീകരിക്കുന്നതിൻ്റെയാണ്. ഇതേപോലെ ആളുകളിലായാലും പദാർത്ഥങ്ങളിലായാലും പക്ഷികളിലായാലും തിര്യക്കുകളിലായാലും മൃഗങ്ങളിലായാലും ഒക്കെ വിഭൂതി, എൻ്റെ വിഭൂതി ചിലതിൽ ഏറിയും കുറഞ്ഞും ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഭഗവാനെ പ്രാപിക്കാനായിട്ട് സഗുണ ഉപാസനയിലൂടെയാണെങ്കിൽ നമ്മൾ ആദ്യം ക്ഷേത്രങ്ങളിൽ വിഗ്രഹ ആരാധനയിലൂടെയാണ് നാം ആദ്യപടിയായിട്ട് ഭഗവാനെ ഉപാസിക്കുക. അപ്പോൾ അതിലേക്ക് ഉപാസിക്കുന്ന സമയത്ത് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞ പോലെ ക്ഷേത്രത്തിൽ ജനിക്കണം, പക്ഷേ ക്ഷേത്രത്തിൽ എന്ത് ചെയ്യരുത്? മരിക്കരുത് എന്ന് പറയും. അതിൻ്റെ അർത്ഥം എന്താ? തുടക്കം ക്ഷേത്രത്തിലൂടെയാണ്. നമുക്കൊരു ആകാരത്തിലൂടെയാണ് ഭഗവാനെ മനസ്സിലാക്കാനായിട്ടും കാണാനും ഇപ്പം മനസ്സിൽ ഭഗവാനെ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുമ്പോൾ നമുക്ക് ബ്രഹ്മസ്വരൂപമായിട്ടല്ല മനസ്സിൽ കാണുക. ആ ഓടക്കുഴലൂതിയ അല്ലേ ആ കണ്ണൻ ചെന്താമര കണ്ണനായിട്ട്, അല്ലെങ്കിൽ ആ താമരക്കണ്ണനായിട്ട്, അല്ലെങ്കിൽ വെണ്ണ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ആ സുന്ദരക്കുട്ടപ്പനായിട്ട്, അല്ലെങ്കിൽ ആ മഞ്ചാടി വാരി വെതറി വിളിക്കുന്ന ആ ഓടി നടക്കുന്ന ശ്രീലകത്ത് എല്ലായിടത്തും ഓടിക്കളിക്കുന്ന ആ കുഞ്ഞു പാദങ്ങൾ കൊണ്ട് അല്ലേ എല്ലാവരുടെ മനസ്സിലെയും നൃത്തം വെക്കുന്ന ആ പൊന്നുണ്ണി കണ്ണനായിട്ട്, നമ്മുടെ മനസ്സിലെ ഭാവഗ്രാഹി ജനാർദ്ദന എന്ന് പറയും അല്ലേ, നമ്മുടെ മനസ്സ് എങ്ങനെയാണോ ഗ്രഹിക്കണത് ആ ഭാവത്തിലേക്ക് ഭഗവാൻ വരുന്നു. അപ്പം ആ രൂപത്തിലേക്ക്, അപ്പം രൂപത്തിലൂടെയാണ് ആദ്യം നമ്മൾ ധ്യാനിക്കുക. അത് കഴിഞ്ഞാലാണ് പതുക്കെ പിന്നെ രൂപമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ ധ്യാനിച്ചു പോകേണ്ടത്. ഇപ്പം ഏതുപോലെയാണ് ജലം ഒരു ബിന്ദുവായിട്ട്, രണ്ട് സ്വരൂപമാണ് പറയുക. ജലം സമുദ്രത്തിൽ വർഷിക്കുകയാണ് വിചാരിക്കൂ. വർഷിക്കുമ്പോൾ ജലം, ആ ജലത്തിൻ്റെ ആ തുള്ളി അതിൻ്റെ ഗുണമാണ് കാണിക്കുക. അത് അപ്പോൾ ഒരു സ്വഭാവം അതിനുണ്ട്. ജലം ഒരു തുള്ളി, ഒരു ബിന്ദു എന്നുണ്ട്. പക്ഷെ എപ്പോഴാണ് അത് സമുദ്രത്തിൽ പതിക്കണത് അപ്പം തൊട്ട് ആ തുള്ളി എന്തായിട്ട് മാറി? സമുദ്രമായിട്ട് മാറി. പിന്നെ ആ തുള്ളിക്ക് വേറിട്ടൊരു വ്യക്തിത്വം ഉണ്ടോ? ഇല്ല. ആ തുള്ളി എന്ത് തന്നെയാണ്? പിന്നെ എന്തായിട്ട് അറിയാം? അതിനെ സമുദ്രം എന്ന് തന്നെ അറിയാം. ഏതുപോലെയാണ് നദികൾ, ഗംഗാനദി, യമുനാ നദി, അങ്ങനെ ഓരോരോ പേരുകളായിട്ട് ഒഴുകുന്നുണ്ടെങ്കിലും അവസാന ലക്ഷ്യം ഏതാണ്? ശരിക്കും എല്ലാ നദികളുടെയും സാഗരമാണ്, ഭഗവാൻ തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും ആ നദിയായിട്ട് സങ്കല്പിക്കുക. ഈ നദികളെ എല്ലാ വിഘ്നങ്ങളെയും ഭേദിച്ചുകൊണ്ട് കുന്തിദേവി പ്രാർത്ഥിക്കുന്ന പോലെ എല്ലാ വിഘ്നങ്ങളെയും മാറ്റിക്കൊണ്ട് ആ സാഗരത്തിൽ ലയിക്കുകയാണ്. പിന്നീട് അതിന് എന്തേ ഉള്ളൂ? സാഗരം എന്ന ഒറ്റ പേരേ ഉള്ളൂ. അപ്പൊ ഭഗവാൻ എന്നുള്ള ഒറ്റ രൂപമേ ഉള്ളൂ. ഇതാണ് രാമായണത്തിൽ നമ്മൾ പറയുന്നത്. ഘടാകാശം മഹാകാശം എന്ന് പറയണ പോലെ ആ ഒരു ആകാശത്തെ നമ്മൾ ഘടത്തിലാക്കുമ്പോൾ അത് ഘടത്തിലുള്ള ആകാശം തെറ്റിദ്ധരിക്കുന്നു. എപ്പോഴാണോ ഈ ഘടം പൊട്ടണത്, നമ്മുടെ ശരീരമാകുന്ന ഘടം എപ്പോഴാണോ പൊട്ടണത്, അപ്പോൾ ഈ ഘടത്തിലുള്ള ആകാശം ആ മഹാകാശവുമായിട്ട് ലയിക്കുന്നു. ഇതേപോലെയാണ് ശരീരം സ്വീകരിച്ച നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യം ആ ശരീരത്തിൽ നിന്ന് മോചിക്കുന്നതോട് കൂടി ആ പരമാത്മാവിൽ ലയിക്കുന്നു. അപ്പോൾ ഈ ജലത്തിന് എങ്ങനെയാണോ നിലകൊള്ളുന്നത് അതേപോലെയാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഈ ക്ഷേത്ര ആരാധനയിലേക്കും എത്താൻ പ്രയാസമുള്ള, അതിലും താഴെയുള്ള, കാരണം ഓരോരുത്തരിലും ബുദ്ധിവിശേഷവും സ്വഭാവവിശേഷവും സംസ്കാരവിശേഷവും ഒക്കെ ഭിന്നമാണ്. എല്ലാവർക്കും എല്ലാം സാധിക്കില്ല. നമുക്ക് ഈ ഭാഗവതം കയ്യിലെടുത്തു എന്ന് വിചാരിച്ചതുകൊണ്ട് മാത്രം ഇത് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. അപ്പം എല്ലാ ജനങ്ങൾക്കും ഭഗവാന്റെ വിഭൂതികൾ മനസ്സിലാവണം. അതുകൊണ്ടാണ് മഹാത്മാക്കൾ എപ്പോഴും അവരുടെ സ്വാർത്ഥമല്ല വിചാരിക്കുക, തനിക്ക് എങ്ങനെ ഈശ്വരപ്രാപ്തി ഉണ്ടാകാം എന്നല്ല ചിന്തിക്കുക. ഈ ലോകത്തിൽ കഷ്ടപ്പെടുന്ന ജനങ്ങൾ, സാധാരണക്കാരായ ജനങ്ങൾക്ക് എങ്ങനെ ശാന്തിയും സമാധാനവും ഉണ്ടാവാം, അവർക്ക് എങ്ങനെ ഈശ്വരനെ അറിയിപ്പിക്കാം, ഇതാണ് എല്ലാ മഹാത്മാക്കളുടെയും ചിന്ത. ഭാഗവത രചന പോലും അതുകൊണ്ടല്ലേ
വ്യാസര് എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ രചിച്ചിട്ടും മനസ്സിനൊരു സംതൃപ്തി കിട്ടണില്ല? കാരണം എന്താ? മഹാഭാരതം പോലത്തെ ഒരു പഞ്ചമവേദം രചിച്ചിട്ട് പോലും ആൾക്കാർക്ക് ഭക്തി വരണില്ല, ഭഗവത് പ്രാപ്തി ഉണ്ടാവണില്ല, അവരൊന്നും ഭഗവാന്റെ മഹത്വം മനസ്സിലാക്കണില്ല എന്നതുകൊണ്ടാണ് വ്യാസന് ഗ്ലാനി ഉണ്ടായത്. അപ്പോഴാണ് ശ്രീനാരദർ എന്ത് പറയണത്? ഭഗവാന്റെ ആ ലീലകളെ അത്ര വേണ്ട രീതിയിൽ വർണ്ണിച്ചില്ല. സാധാരണ ആളുകളെ ആകർഷിക്കാൻ ഏറ്റവും നല്ലത് എന്താണ്? ആ ഭഗവത് സൃഷ്ടി, ആ ഭഗവത് വിഭൂതികൾ തന്നെയാണ്. അതിനെ മനോഹരമായിട്ട് പാടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ആ ഭഗവാനോട് ഇഷ്ടം വരും. കാരണം നമുക്ക് പ്രേമം വരണമെങ്കിൽ ആദ്യം ഒരു രൂപം വേണം. എന്തിനു പറയണു? നമ്മളിപ്പോൾ നമ്മുടെ ഒരു ഫോട്ടോ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഫോട്ടോയിൽ സത്യത്തിൽ നമ്മുടെ എന്തെങ്കിലും ഉണ്ട്? ആ ഫോട്ടോയിൽ നമ്മൾ കാണുമ്പോൾ ഒരു രൂപമുണ്ട്. എന്നാൽ നമ്മുടെ എന്തെങ്കിലും ചൈതന്യം ആ രൂപത്തിനുണ്ടോ? സത്യത്തിൽ ആ ഫോട്ടോ വെച്ചാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യം ആ ഫോട്ടോയ്ക്ക് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. ആ ചിത്രത്തിൽ പക്ഷേ നമ്മൾ എന്താണ് ആരോപിക്കണത്? നമ്മളെയാണ് ആരോപിക്കണത്. അതുകൊണ്ടാണ് ആ ചിത്രം നമുക്ക് സന്തോഷം തരണത്. കാരണം നല്ല ഭംഗിയുണ്ട്, നന്നായിട്ടുണ്ട് ആ ഭാവം എന്നൊക്കെ പറഞ്ഞ്. അപ്പം അവിടെ നമ്മൾ എങ്ങനെയാണോ ഇല്ലാത്തൊരു വസ്തുവിൽ നമ്മൾ നമ്മളെ ആരോപിക്കണത്, അവിടെ സത്യത്തിൽ നമ്മളല്ല, നമ്മൾ ചൈതന്യം ഇവിടെ ആയിരിക്കുന്നത്, നമ്മളിലായിരിക്കുന്നത്. പക്ഷെ എങ്ങനെയാണോ ഒരു മൂർത്തിയിൽ ആരോപിക്കുന്നത്, ഒരു ബിംബത്തിൽ ആരോപിക്കുന്നത്, അതേപോലെയാണ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തെ നമ്മളൊരു വിശേഷേണ ഗ്രഹിക്കാനായിട്ട് വിഗ്രഹ രൂപത്തിലേക്ക് മാറ്റണത്. അപ്പം അതുകൊണ്ട് അവിടെ നിന്ന് ഭഗവാന് ഈ വിഭൂതിയെ പറ്റി പറയണു. ഉദ്ധവര സംശയം ചോദിക്കുമ്പോൾ ഭഗവാൻ പറയണു, ഉദ്ധവ, ഞാൻ ഈ സംശയത്തെ, ഇതേ സംശയം പണ്ട് മഹാഭാരത യുദ്ധം നടക്കുന്ന സമയത്ത് അർജുനൻ എന്നോട് ചോദിക്കുകയുണ്ടായി. ആ സമയത്ത് അർജുനനെ വിസ്തരിച്ചിട്ട് ഞാൻ ആ ആത്മവിദ്യ ഉപദേശിച്ചു കൊടുക്കുകയുണ്ടായി. അതിനെ ഒന്നുകൂടി ഞാൻ പ്രകാശിപ്പിക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോഴും ഭഗവാൻ ആ കർത്തൃത്വം ഉപേക്ഷിക്കുക, പറയുമ്പോൾ ഭഗവാൻ തന്നെയാണ് അത് ഉപദേശിച്ചത്. എന്നിട്ട് പോലും അങ്ങനെ ഭഗവാൻ പറയുന്നു, അവിടെ അർജുനനെയാണ് തിരഞ്ഞെടുത്തത്. ഇനി നമുക്ക് വർണ്ണ ആശ്രമധർമ്മങ്ങൾ വരുമ്പോൾ അറിയാം, ഗൃഹസ്ഥാശ്രമത്തിൻ്റെ പ്രാധാന്യം അവിടെ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ അർജുനൻ്റെ ആ സംശയം തീർക്കാനായിട്ട് ഓരോരുത്തരും അധികമായിട്ട് സർവചരാചരങ്ങളും ഭഗവാനാണ്. എന്നാൽ ഭഗവാന്റെ ചൈതന്യം, ഐശ്വര്യം, തേജസ്, കീർത്തി, ഇത് ആരിലാണോ കുറച്ച് അധികമായിട്ട് തോന്നണത്, അധികമായിട്ട് ദർശിക്കാൻ കഴിയണത്, അവയെ എൻ്റെ വിഭൂതിയായിട്ട് അറിയാമെന്ന് പറഞ്ഞു. അത് വസ്തുക്കളാവാം, ജീവികളാവാം, മൃഗങ്ങളാവാം, പക്ഷികളാവാം. ഇങ്ങനെ ഓരോന്നിനെ വർഗമായിട്ട് തിരിക്കുന്നുണ്ട്. നമ്മൾ വർഗീകരണം നടത്തുന്നുണ്ട്. ആ വർഗീകരണം നടത്തുമ്പോൾ ഓരോ വർഗത്തിലും പ്രത്യക്ഷ സ്വരൂപമായിട്ട് അല്ലെങ്കിൽ പ്രത്യക്ഷ രൂപമായിട്ട് ആരിലാണോ ഈ ഗുണങ്ങൾ അധികം ദർശിക്കാൻ കഴിയണത്, അവയെ എൻ്റെ വിഭൂതികളായിട്ട് അറിഞ്ഞുകൊള്ളൂ എന്ന് പറയാണ്. നമുക്കും തന്നെ എല്ലാ മനുഷ്യരും ഒരേപോലെയല്ല. ഗുണപ്രധാനിയാണ് നമ്മുടെ സ്വഭാവം. സത്വഗുണം മുന്നിട്ട് നിൽക്കുന്നവരുണ്ട്, രജോ ഗുണം മുന്നിട്ട് നിൽക്കുന്നവരുണ്ട്, ഈ താമസ പ്രകൃതക്കാരുണ്ട്, ക്ഷിപ്രകോപികളുണ്ട്. എന്നാൽ എന്ത് ചെയ്താലും പ്രയാസമില്ല, എല്ലാത്തിനെയും സ്വീകരിക്കുന്ന സമദർശികളായിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ ഭിന്ന രുചികർ ലോകാഹ, അല്ലേ? ലോകത്തെ എല്ലാവരും ഭിന്ന രുചികളാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് എൻ്റെ വിഭൂതി. ആരിലാണോ പ്രകാശിക്കുന്നത് അതിന് കുറച്ച് ഉദാഹരണങ്ങൾ പറയാം എന്ന് പറഞ്ഞ് കുറച്ച് ആളുകളെയും കുറച്ച് എല്ലാ വിഭാഗങ്ങളിലും എല്ലാ ശ്രേണികളിലും പെട്ട, അതായത് ഭഗവാന് ഭേദഭാവമില്ല. അസുരനിലും ഭഗവാനുണ്ട്, വൃക്ഷങ്ങളിലുണ്ട്, പക്ഷികളിലുണ്ട്, അങ്ങനെ എല്ലാത്തിലും ഈശ്വരാംശം വളരെ കൂടി നിൽക്കുന്ന ചൈതന്യമുണ്ട് എന്ന് പറയുകയാണ്. വിശ്വരൂപ ഗുരുവായൂരപ്പ ഭവാൻ തന്നെ സാക്ഷാൽ പരബ്രഹ്മ മൂർത്തിയായി വിളങ്ങിടുന്നു. വിശ്വരൂപ ഗുരുവായൂരപ്പ ഭവാൻ തന്നെ സാക്ഷാൽ പരബ്രഹ്മ മൂർത്തിയായി വിളങ്ങിടുന്നു. അകാരമാണക്ഷരത്തിൽ ഓംകാരമാം മന്ത്രങ്ങളിൽ രാജാക്കളിൽ സ്വയംഭൂവാം മനോവുമങ്ങ്. മഹർഷിമാരുള്ളവരിൽ ഭൃഗുവും ശ്രീനാരദരും പശുക്കളിൽ വെച്ചു കാമധേനുവുമങ്ങ്.
അസുരരിൽ പ്രഹ്ലാദനും പക്ഷികളിൽ ഗരുഡനും സർപ്പങ്ങളിൽ വാസുകിയും അങ്ങു താനല്ലോ. എന്നു തന്നെയല്ല പുണ്യ നദികളിൽ വെച്ചു നീയ ഗംഗയാറായൊഴുകുന്ന പുണ്യതീർത്ഥവും. നമുക്ക് ഈ വിഭൂതിയെ പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ കുറച്ച് മാത്രം. എങ്ങനെയാണ്? അകാരമാണക്ഷരത്തിൽ ഓങ്കാരമാം മന്ത്രങ്ങളിൽ രാജാക്കളിൽ സ്വയംഭൂവാം മനുവുമങ്ങ്. മഹർഷിമാരുള്ളവരിൽ ഭൃഗുവും ശ്രീനാരദരും പശുക്കളിൽ വെച്ച് കാമധേനുവുമങ്ങ്. അസുരരിൽ പ്രഹ്ലാദനും പക്ഷികളിൽ ഗരുഡനും സർപ്പങ്ങളിൽ വാസുകിയും അങ്ങു താനല്ലോ. എന്നു തന്നെയല്ല പുണ്യ നദികളിൽ വെച്ചു നീയ ഗംഗയാറായൊഴുകുന്ന പുണ്യതീർത്ഥവും. വിശ്വരൂപ ഗുരുവായൂരപ്പ, ആ ഭഗവാൻ തന്നെയാണ് സാക്ഷാൽ പരബ്രഹ്മമൂർത്തി. ഇത് തന്നെയല്ലേ നമ്മുടെ മേൽപ്പത്തൂരും പറഞ്ഞത്? സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രൈർ നിർഭാസ്യമാനാം. സ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവൽഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ആ ബ്രഹ്മതത്വമല്ലേ ആ ശ്രീലകത്തിങ്ങനെ വിളങ്ങുന്ന ആ ഉണ്ണിക്കണ്ണൻ. പിന്നെ എന്തിനാണ് ഈ യോഗികളെ പോലെ ദുർലഭമായ വസ്തുവായിട്ട് ആ ഭഗവാനെ ദാ ഹസ്തലബ്ധേ, നമുക്ക് ഏറ്റവും അപ്രാപ്യമായ ഭഗവാനെ കയ്യിൽ കിട്ടുമ്പോൾ ഇത്ര വലിയ ഭാഗ്യം ജനങ്ങൾക്ക് വേറെ എന്താ ഉള്ളത്? ആ പരബ്രഹ്മ സ്വരൂപം ആ ശ്രീലകത്ത് വിളങ്ങണ ആ കണ്ണൻ തന്നെയല്ലേ, ആ ഗുരുവായൂരപ്പൻ തന്നെയല്ലേ. അത് തന്നെയാണ് വിശ്വരൂപ ഗുരുവായൂരപ്പ. അവർ അങ്ങ് തന്നെയാണ് സാക്ഷാൽ പരബ്രഹ്മമൂർത്തി. അങ്ങനെ ആ ഭഗവാനെ, ആ ബ്രഹ്മത്തെ ഇതാ ആ ഗുരുവായൂരപ്പൻ്റെ മൂർത്തിയിൽ നമുക്ക് ദർശിക്കാനായിട്ട് കഴിയും. ഇനി പറയണു, ഓരോന്നിലെയും വൈശിഷ്ട്യമായിട്ട് പറയാണ്. എങ്ങനെയാണ് പറയണത്? ഉത്തമന്മാരായിട്ടുള്ള ഭക്തന്മാർക്ക് അഹമേവാസമേവാഗ്രേ എന്ന രീതിയിൽ ഭഗവാനെ ഭജിക്കാം. ആദി സ്വരൂപമില്ല, മധ്യമില്ല, അന്തമില്ല. എങ്ങനെയാണോ പൂർണ്ണമായിട്ടുള്ള ഒരു വസ്തു, അതിൻ്റെ തുടക്കവും ഒടുക്കവും നമുക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കില്ല. പരിപൂർണ ബ്രഹ്മം എന്ന് പറയുന്നതിന് ആദിയില്ല, മധ്യമില്ല, അല്ലെ അവസാനമില്ല. അപ്പം അതിനെ ഗ്രഹിക്കാൻ ഉത്തമമായിട്ടുള്ള ഭക്തന്മാർക്ക്, വളരെ ഹൈ ക്ലാസ് ആയിട്ടുള്ള ഭക്തന്മാർക്കേ കഴിയുള്ളൂ. മധ്യമന്മാർക്കുള്ളതാണ് ഈ വിഭൂതി. ഈ വിഭൂതിയിലൂടെ ഭഗവാനെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും എന്ന് പറയുന്നു. അതിൽ വേദം പഠിപ്പിക്കുന്നതിൽ ബ്രഹ്മാവ് ഞാനായിട്ട് അറിയുക. ആരെയും ജയിക്കാൻ കഴിയാത്ത ഒന്ന് മനസ്സാണ്. എല്ലാത്തിനെയും നമുക്ക് ജയിക്കാൻ കഴിഞ്ഞു എന്ന് വരും, പക്ഷെ മനസ്സിനെ ജയിക്കാൻ എളുപ്പമല്ല. നമ്മുടെ മനസ്സ് നമുക്ക് തന്നെ പിടിതരണില്ല, പിന്നെ എങ്ങനെയാണ് വേറെ ആൾക്ക് പിടികൊടുക്കാൻ സാധിക്കുക? നമ്മൾ മനഃശാസ്ത്രം എത്ര പഠിച്ചാലും അപ്ഡേഷൻസ് വന്നുകൊണ്ടേയിരിക്കും. ഒരു മനഃശാസ്ത്രത്തെ തള്ളിക്കൊണ്ട് വേറൊരു മനഃശാസ്ത്രം വരും. കാരണം പിടിച്ചാൽ പിടിതരാത്ത, മനസ്സിലാക്കാൻ കഴിയാത്ത ദുർഗ്രാഹ്യമായ ഒന്നാണ് മനസ്സ്. നമ്മുടെ ചഞ്ചലം ഹി മന കൃഷ്ണ എന്ന് അല്ലേ അർജുനൻ തന്നെ പറയുന്നുണ്ട്. അത്ര ചാഞ്ചല്യ സ്വഭാവമുള്ളതാണ്. അപ്പോൾ ജയിക്കാൻ കഴിയാത്ത വസ്തുവായിട്ട് മനസ്സാണുള്ളത്. ആ മനസ്സ് എൻ്റെ വിഭൂതിയാണെന്നറിയൂ. ദേവന്മാരിൽ ഇന്ദ്രനായിട്ട് എന്നെ മനസ്സിലാക്കൂ, ബ്രഹ്മർഷിമാരിൽ ഭൃഗുവായിട്ട് എന്നെ മനസ്സിലാക്കൂ, ദേവർഷിമാരിൽ നാരദനായിട്ട് മനസ്സിലാക്കൂ. രാജർഷി, രാജാവ് ആര് തന്നെയാണ്? പ്രജകളുടെ ക്ഷേമം അതെല്ലാം നടത്തുന്നത് ആരാണ്? ശരിക്കും രാജാവാണ്. ആരാണോ ഭരിക്കുന്നത്
അവർ തന്നെ രാജാവ്. അവരെ ആരായിട്ടറിയണം? ഇപ്പോഴത്തെ സിസ്റ്റത്തിലും അതെ, നമ്മളിത് തന്നെയാണ്. ആ രാജാവ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ ഭരിക്കുന്ന ആളുകളെ നമ്മൾ ഭയഭക്തി ബഹുമാനത്തോടു കൂടി തന്നെയാണ് നമ്മുടെ എല്ലാ ക്ഷേമവും നോക്കുന്നത് അവർ തന്നെയാണ്. അപ്പോൾ രാജർഷിമാരിൽ മനുവായിട്ട് എന്നെ അറിയൂ, പ്രജാപതിയിൽ ദക്ഷനായിട്ട് അറിയൂ, നക്ഷത്രങ്ങളിൽ ചന്ദ്രനെ എൻ്റെ വിഭൂതിയായിട്ട് അറിയൂ, അതുപോലെ ധാതുക്കളിൽ അസ്മി കാഞ്ചന, അല്ലെ, ആ കാഞ്ചനമായിട്ട് സ്വർണമായിട്ട് എന്നെ അറിയൂ, സർപ്പങ്ങളിൽ എന്നെ വാസുകിയായിട്ട് ധരിച്ചാലും. സർപ്പങ്ങളെ പൊതുവെ നാഗങ്ങളെക്കാൾ ശ്രേഷ്ഠത കുറഞ്ഞിട്ടാണ് പറയുക. നമ്മുടെ കാമങ്ങൾ, വികാരങ്ങൾ, അതൊക്കെയാണ് ശരിക്കും സർപ്പങ്ങളായിട്ട് പറയുക. മനസ്സിനെ ചാഞ്ചല്യപ്പെടുത്തുന്ന ആ ഭോഗസുഖങ്ങളിലേക്ക് നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ആ ഒരു ഇതായിട്ടാണ് നമ്മൾ വാസുകിയെ പറയുക. അതുകൊണ്ടാണ് സാക്ഷാൽ പരമശിവൻ അതിനെ ജയിച്ചതാണ്, ആ കാമത്തെ ജയിച്ചതാണ്, കാമത്തിനെ ദഹിപ്പിച്ച ആളാണ്. അതുകൊണ്ട് അലങ്കാരമാക്കിയിട്ടാണ് സർപ്പങ്ങളെ ധരിച്ചിരിക്കുന്നത് എന്ന് പറയും. കാരണം ഈ വിഷയഭോഗങ്ങളെ ജയിച്ചത് ശരിക്കും പറഞ്ഞാൽ സാക്ഷാൽ പരമശിവനാണ്. അതുകൊണ്ടാണ് തൻ്റെ കഴുത്തിൽ ആഭരണമായിട്ട്, ഏറ്റവും വലിയ ആഭരണം അത് തന്നെയാണ്, ജയിക്കാൻ കഴിയുക, ആ ആഭരണമായി തൂക്കിയിരിക്കുന്നത് എന്ന് പറയും. പിന്നെ നാഗങ്ങളാണ്. നാഗങ്ങളിൽ അനന്തരായിട്ട് അറിയുക, സർപ്പങ്ങളെക്കാൾ വൈശിഷ്ട്യം നാഗങ്ങൾക്കുണ്ട് എന്ന് പറയും. ധർമ്മത്തിൽ സന്യാസധർമ്മമായിട്ട് എൻ്റെ വിഭൂതിയെ അറിയുക, മാധവ മാസത്തെ ഋതുക്കളിൽ എൻ്റെ വിഭൂതിയായിട്ട് അറിയുക. വ്രതങ്ങളിലെ ഏറ്റവും പ്രധാനമായ വ്രതം അഹിംസയാണ്, അത് ഞാൻ തന്നെയാണെന്ന് അറിയുക. ക്ഷമയുള്ളവരിലെ ക്ഷമ അത് ഭഗവാനാണ്, ബലവാന്മാരുടെ ബലം അത് ഭഗവാനാണ്. യുഗങ്ങളിൽ കൃതയുഗം അത് ഞാൻ തന്നെയാണ്. അങ്ങനെ ഓരോന്നിലും ഭഗവാനെ കാണുക എന്നതാണ്. നാഗേന്ദ്രാണാമനന്തോഹം മൃഗേന്ദ്ര ശൃംഗിതൃഷ്ട്രീണാം ആശ്രമാണാമഹം തുര്യോ വർണ്ണാനാം പ്രഥമോ നഖ തീർത്ഥാനാം സ്രോതസാം ഗംഗാ സമുദ്രസരസാമഹം ആയുധാനാം ധനുരഹം ത്രിപുരഘ്നോ ധനുഷ്മദാം ദിഷ്ണ്യാനാമസ്മ്യഹം മേരുർ ഗഹനാനാം ഹിമാലയ വനസ്പതീനാം അശ്വത്ഥ ഓഷധീനാം മഹം യവ. അവിടെ വൃക്ഷങ്ങളിൽ വെച്ച് ഇതാ അശ്വത്ഥ വൃക്ഷത്തെ ഞാനായിട്ട് അറിയുക എന്ന് പറയുന്നു. പക്ഷികളിൽ വെച്ച് ഗരുഡനെ ഞാനായിട്ട് അറിയുക എന്ന് പറയുന്നു. കാരണം ആ ഗജേന്ദ്രനെ മോക്ഷത്തിനായിട്ട് വരുന്നത് ആ ഗരുഡനിലൂടെയാണ്, അല്ലേ? ഗരുഡ ഭാഗത്ത് ഗരുഡനിൽ ഏറിയിട്ടാണ് ഭഗവാൻ വരുന്നത്. സാധാരണ ഗരുഡനെ നമ്മൾ സൂചിപ്പിക്കുക ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങളെ ആയിട്ടാണ്. ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും, ആ ജ്ഞാന വൈരാഗ്യങ്ങളെ രണ്ട് ചിറകുകളായി തുല്യമായി അത് ഭക്തിയിലൂടെ നമുക്ക് ആ വാല് ഭക്തിയായിട്ടും ജ്ഞാനവും വൈരാഗ്യവും രണ്ട് ചിറകുകളുമായിട്ടും ആ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളിലൂടെയാണ് അത് നമുക്ക് പ്രാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈശ്വരൻ നമ്മളിലേക്ക് എത്തും. ഈശ്വരൻ ആ ഗരുഡൻ്റെ പുറത്താണ്. എപ്പോഴാണോ ഭക്തിയും ജ്ഞാനവും ആ ജ്ഞാന വൈരാഗ്യങ്ങൾ രണ്ട് ചിറകുകളായിട്ട് സമമായി ആ വാലും നിൽക്കുന്ന അവസ്ഥ, അത് തന്നെയാണ് നമ്മുടെ ശരിക്കുള്ള ആ ഈശ്വരീയമായ ജ്ഞാനം. അപ്പം ഗരുഡൻ എന്നത് ആ ജ്ഞാന ദർശനം തന്നെയാണ്. നമ്മൾ സാധാരണ എവിടേക്കെങ്കിലും പോകുമ്പോൾ ആ ഗരുഡനെ സ്മരിച്ചാണ്, ജയത്തിന് വേണ്ടി ആ ഗരുഡനെ സ്മരിച്ചാണ് പോവുക. വിഷ്ണു വാഹനമാണ്. അപ്പം ഭഗവാൻ ആ ഗരുഡൻ്റെ പുറത്ത് വരണു എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഈ ജ്ഞാനവൈരാഗ്യങ്ങൾ ഉറച്ചു കഴിഞ്ഞാൽ, ഭക്തി ഉറച്ചു കഴിഞ്ഞാൽ ആ ഗരുഡ ദർശനം സാധ്യമാവും എന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് ഗരുഡൻ ഞാൻ തന്നെയാണ് എന്ന് പറയുന്നത്. പിന്നെ വൃക്ഷങ്ങളിൽ വെച്ച് അരയാലാണ് എന്ന് പറയുന്നത്. ഏറ്റവും ശ്രേഷ്ഠത അരയാലിന് തന്നെയാണ്. ഈ 1000 കുടം കൊണ്ട് എന്താണ് ശരിക്കും പറഞ്ഞെങ്കിൽ ആ സുഗന്ധദ്രവ്യങ്ങളെ കൊണ്ട് ആറാടിക്കുമായിരുന്നു അശോകൻ എന്നാണ് പറയുക ഈ ആലിന്. അപ്പോൾ ആൽ എന്ന് പറഞ്ഞാൽ 4 പാൽ മരം എന്ന് നമ്മൾ പറയും, 4 പാമര ശുദ്ധി എന്ന് പറയും. അത്തി, ഇത്തി, അരയാല്, പേരാല്, 4 പാല് മരം, അതാണ് ഏറ്റവും ശുദ്ധിയായിട്ട് പറയുക. അതിൽ ഏറ്റവും വൈശിഷ്ട്യമുള്ളത് അരയാലിനാണ്. അരയാലിൽ ദേവതമാരെല്ലാവരും കുടികൊള്ളണു എന്ന് പറയുന്നു. മൂലതോ ബ്രഹ്മരൂപായ, മധ്യതോ വിഷ്ണുരൂപിണി, അഗ്രതോ ശിവരൂപായ വൃക്ഷരാജായതേ നമ എന്ന് പറയുക. കാരണം ഏറ്റവും മൂലത്തിലെ ബ്രഹ്മം സൃഷ്ടി എന്നത് ആ വേരുകളിലേക്ക് വരുന്നു. മധ്യഭാഗത്തേക്ക് നമ്മുടെ സൃഷ്ടി സ്ഥിതി എന്ന് പറയുന്നു. സംഹാരം എന്ന രൂപത്തിലേക്ക് അത് ശരിക്കും ശിവൻ ആയിട്ട്, പരമശിവനായിട്ട് സങ്കല്പം. അപ്പോൾ അരയാലിനെ പ്രദക്ഷിണം ചെയ്താൽ ഈ 3 ദേവതമാരെയും, ലോകത്തിലുള്ള ദേവതമാരെയും മുഴുവൻ
നമുക്ക് പ്രദക്ഷിണം ചെയ്ത വിധിയാണ് എന്ന് പറയും. മറ്റ് ക്ഷേത്രങ്ങളിൽ പോലും വിഗ്രഹങ്ങളിൽ പോലും ഗണപതിക്ക് അതുപോലെ തന്നെ ഭഗവാന് ഭഗവതിക്കൊക്കെ പ്രദക്ഷിണങ്ങൾ ഇത്ര തന്നെ ഇല്ല. 3 പ്രദക്ഷിണം, ഒറ്റ പ്രദക്ഷിണം, 4 പ്രദക്ഷിണം, 5 പ്രദക്ഷിണം ഒക്കെ പറയുമെങ്കിലും അരയാലിനാണ് 7 പ്രദക്ഷിണം. അപ്പോൾ ആ 7 ലോകങ്ങളെയും ഭൂർലോകം സുർലോകം എന്നൊക്കെ തുടങ്ങി ആ സമസ്തമായിട്ടുള്ള 7 ലോകങ്ങളെയും പ്രതിനിധാനം ചെയ്യണതാണ് അരയാൽ. അതുകൊണ്ടാണ് ഈ നമ്മൾ പറയും ഈ ലോകത്തിനെ സംസാരത്തെ നമ്മൾ ശരിക്കും വടവൃക്ഷമായിട്ടാണ്, തല കിഴുകാൻ തൂക്കായിട്ടുള്ള വൃക്ഷമായിട്ടാണ് സങ്കല്പിക്കുക. അപ്പോൾ അവിടെ ആ സംസാരം തന്നെയാണ് ഈ വടവൃക്ഷം. അപ്പോൾ അതിനെ ഭഗവാൻ തന്നെയായിട്ട് അറിയുക. സയൻസ് പറയുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ ഓക്സിജൻ പുറത്തേക്ക് വിടുന്നതാണ് ശരിക്ക് അരയാൽ ഇലകൾ. അതിൻ്റെ മർമ്മരം അവിടെ ചെന്നിരുന്നാൽ എത്ര വിഷമമുണ്ടെങ്കിലും അതിൻ്റെ താഴെ ചെന്നിരുന്നാൽ നമ്മൾക്കൊക്കെ ശരിക്കും റിഫ്രഷ്ഡ് ആയിട്ട് ആകെ ഉത്സാഹം ഉന്മേഷമൊക്കെ കിട്ടും. അപ്പോൾ പ്രദക്ഷിണം കൂടി ചെയ്താലോ? ഇനി ചെരുപ്പിടാതെയാണ് പ്രദക്ഷിണം. അതിൻ്റെ ആ ചർമ്മരോഗങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് അതിൻ്റെ പഴുത്ത കായ്കൾ എന്ന് പറയും. അത് കാലിൽ തട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ഔഷധ ഗുണമുള്ളതാണ്. 7 പ്രദക്ഷിണം ചെയ്യുമ്പോഴേക്കും നമുക്ക് സാധാരണഗതിയിൽ ത്വക്ക് സംബന്ധമായിട്ടുള്ള രോഗങ്ങളെയൊക്കെ മാറ്റാൻ വളരെ വൈശിഷ്ട്യമായിട്ടുള്ള ഗുണങ്ങൾ അരയാലിനുണ്ട് എന്ന് പറയും. രാത്രി ശരിക്ക് അരയാലിന് പ്രദക്ഷിണ വിധി ഇല്ലേനും. കാരണം എന്താ? വൃക്ഷങ്ങൾ ഏറ്റവും കൂടുതൽ ഓക്സിജൻ പുറത്തേക്ക് വിടണത് ഫോട്ടോസിന്തസിസ് നമുക്ക് അറിയണതാണ്. ഇങ്ങനെ ഭഗവാൻ ആ പ്രത്യക്ഷ സൂര്യനായിട്ടുള്ള ആ സൂര്യൻ്റെ രശ്മികൾ ഏറ്റുകൊണ്ട് അന്നജം ഉണ്ടാക്കുന്ന സമയത്ത് രാത്രിയാകുമ്പോൾ തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ രീതിയിൽ രാത്രി പ്രദക്ഷിണം വേണ്ട എന്നാണ് പറയുക. അപ്പോൾ അശ്വത്ഥമാണ് വൃക്ഷങ്ങളിൽ എന്ന് പറയുന്നു. അങ്ങനെ ഏതേത് ശ്രേഷ്ഠമായിരിക്കണോ അതിലൊക്കെ എൻ്റെ വിഭൂതി ഉണ്ടെന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് പറയുന്നു. അപ്പോൾ ആ വിഭൂതിയെ പറ്റി പറഞ്ഞിട്ട് ഇനി പറയുന്നു, നമ്മൾ ചെയ്യേണ്ടത് മനസ്സിനെ അടക്കുക, പ്രാണങ്ങളെ അടക്കുക, ഇന്ദ്രിയങ്ങളെ അടക്കുക. അങ്ങനെ നമ്മൾ ആ സത്വഗുണത്തെ ഉയർത്തി ആ ഭഗവാനിലേക്ക് എത്തണം എന്ന് പറയുകയാണ്. അപ്പോൾ ഒന്നുകൂടി ഉദ്ധവർ ചോദിക്കണു, ആ വർണ്ണ ആശ്രമധർമ്മങ്ങളെ പറ്റി ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുകയാണ്. അത് മുന്നേ നമ്മൾ 7ാം അധ്യായത്തിൽ കേട്ടതാണ്, വിസ്തരിച്ചിവിടെ കേട്ടതായിരിക്കും. കാരണം ഇതിനെപ്പറ്റി പല പ്രാവശ്യം ഭാഗവതത്തിൽ അതിൻ്റെ മെൻഷനിങ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ധർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഓരോ കാലഘട്ടത്തിലും ആളുകൾക്ക് ജീവിക്കാനായിട്ടൊരു സാമൂഹ്യ വ്യവസ്ഥിതി ഉണ്ടാവും. ആ വ്യവസ്ഥിതി തന്നെയാണ് വർണ്ണ ആശ്രമങ്ങൾ. അതിൽ ഭഗവാനും പറയണു 4 വർണ്ണങ്ങൾ 4 ആശ്രമങ്ങൾ. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ തസ്യ കർത്താരമഭിമാം വിദ്യ കർത്താരമവ്യയം എന്ന് പറയുന്നുണ്ട്. കാരണം ഈ ചാതുർവർണ്ണ്യം എന്നത് സൃഷ്ടിച്ചത് ഞാൻ തന്നെയാണ്. മയാ സൃഷ്ടം എങ്ങനെയാണ്? എന്തിൻ്റെയും ഒരു പാരാമീറ്റർ നമ്മൾ പറയുന്ന അടിസ്ഥാനം, ഒരു ക്ലാസിഫിക്കേഷൻ, ഒരു അടിസ്ഥാനം ഉണ്ടാവും. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്? ഗുണകർമ്മ വിഭാഗശ. ഗുണത്തെയും കർമ്മത്തെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ വർണ്ണം. പിന്നീട് കാലക്രമത്തിൽ അത് എന്തിലേക്ക് പോയി? ജാതി സമ്പ്രദായങ്ങളിലേക്ക് പോയി. പക്ഷേ ഇത് ആചരിക്കുന്ന സമയത്ത് ഏതിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമായിരുന്നു? വർണ്ണത്തെ അടിസ്ഥാനപ്പെടുത്തി മാത്രമായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് വ്യാസനിൽ നിന്ന് ഈ ഭാഗവതം കിട്ടില്ലായിരുന്നു. വ്യാസരെ നമ്മൾ ഏറ്റവും വലിയ ഗുരുവായിട്ട്, കാരണം ഇതിൻ്റെ പ്രത്യേകത വ്യാസൻ, ഇത് 3ഉം ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ തന്നെയാണ്. വിഭൂതി വിസ്തരയോഗം പറയുമ്പോൾ ഈ വിഭൂതി പറയണ ആൾ ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. ആരെക്കുറിച്ചാണ് പറയണത്? തന്നെക്കുറിച്ചാണ് പറയണത്. ഇനി ആരോടാണ് പറയണത്? വ്യാസരാണത് എഴുതണത്. വ്യാസരും ആര് തന്നെയാണ്? കൃഷ്ണൻ തന്നെയാണ്. കൃഷ്ണൻ പറയണു, കൃഷ്ണൻ കേൾക്കണു, കൃഷ്ണൻ എഴുതണു എന്നർത്ഥം അല്ലേ? ആ രീതിയിൽ ഏറ്റവും നമ്മൾ ഇപ്പോഴത്തെ ജാതി സമ്പ്രദായത്തിലാണെങ്കിൽ വ്യാസരെ നമുക്കൊരിക്കലും ബ്രാഹ്മണ സമ്പ്രദായത്തിൽ വന്നിട്ട് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ ആ വേദവ്യാസനായത് കൃഷ്ണദ്വൈപായനനാണ്. അപ്പോൾ അന്നത്തെ വർണ്ണമാണ് അടിസ്ഥാനം. വർണ്ണം എന്ന് പറഞ്ഞാൽ നിറം. ഇപ്പോഴും നിറത്തിന് പ്രാധാന്യമുണ്ട്. എന്താ നിറം പറയുക? നമ്മൾ പറയും അവൻ്റെ തനിനിറം കാണിച്ചു എന്ന് പറയും. അവിടെ നിറം എന്താ? നമ്മൾ ഈ കാണുന്ന ബാഹ്യമായ കറുപ്പ് വെളുപ്പ് മിക്സഡ് ആയിട്ടുള്ളതൊന്നും അല്ല. ഡാർക്ക് അല്ലേ, ഫയർ പറയണതല്ല. തനിനിറം എന്ന് പറഞ്ഞാൽ എന്താ? സ്വഭാവമാണ്. അവിടെ വർണ്ണം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്വഭാവത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവനിൽ പ്രകടമായ ഗുണം, സ്വഭാവ ഗുണം ഏതാണോ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, ഈ ഗുണകർമ്മങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇങ്ങനെയുള്ള വിഭാഗങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി ശ്രേയസ്സിന് വേണ്ടിയിട്ടും തനിക്ക് ശ്രേയസ്സിന് വേണ്ടിയിട്ടും
വ്യത്യസ്തമായ കർമ്മങ്ങൾ ഓരോരുത്തർ ചെയ്യും. 5 കുട്ടികളുണ്ടെങ്കിൽ 5 കുട്ടികൾ ഒരേ ജോലിയല്ല ചെയ്യുക വീട്ടിൽ. അതിനർത്ഥം ഏറ്റവും ദാസ്യമായിട്ടുള്ള വേല എടുക്കുന്ന ആൾ ദാസ്യപ്പണി എന്ന അർത്ഥമില്ല. ഇത് മാറിയും കൊണ്ടിരിക്കും, ഈ സൈക്കിൾ മാറിയും കൊണ്ടിരിക്കും. അപ്പോൾ എങ്ങനെയാണോ ഒരുമിച്ചൊരു സമൂഹത്തെ ശ്രേയസ്കരമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് എല്ലാവരും വേണം. ഇപ്പോഴുമുണ്ട് നമുക്ക് സൊസൈറ്റിയിൽ അങ്ങനെ തന്നെയല്ലേ. ഒരു ജോലി സ്ഥാപനത്തിൽ ചെന്നാൽ അവിടെ ഒരു ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ HOD ഉണ്ടാവും. അതേ സമയത്ത് അവിടെ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന, അതിൻ്റെ എല്ലാ ധർമ്മങ്ങളും അനുഷ്ഠിക്കുന്ന ഇവരെല്ലാം സുഖം. കാരണം ഇവരെല്ലാം നേരെയായി നടന്നാലേ ഈ ഓഫീസ് നല്ല രീതിയിൽ നടക്കുള്ളൂ. അപ്പോൾ അവിടെ മീനിയൽ ആയിട്ടുള്ള സ്റ്റാഫ് ഉണ്ടാവും. അതിൻ്റെ അർത്ഥം ആ മീനിയൽ സ്റ്റാഫ് ഏറ്റവും മോശവും അതിൻ്റെ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും കേമം എന്നുള്ള അർത്ഥമില്ല. കാരണം ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എല്ലാവരുടെയും പ്രയത്നം ആവശ്യമാണ്. ഒരാൾക്ക് ആ മുഴുവൻ HOD ആയിട്ടിരിക്കുന്ന ആൾക്ക് ആ പരിപാടികൾ ചെയ്യാൻ അത്ര തന്നെ സാമർത്ഥ്യം ആ താഴെയുള്ള മീനിയൽ സ്റ്റാഫിന് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പം ആ സ്വഭാവ ഗുണങ്ങൾ, അവനിലുള്ള ഗുണം ഏതാണോ അതിനനുസരിച്ചാണ് ആ സൊസൈറ്റിയിലുള്ള ആ ഒരു തരം ക്രമങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ. നമ്മൾ ഏതൊരു ഓഫീസിലും ചെന്ന് നോക്കൂ, നമുക്ക് അതിൻ്റേതായ രീതികൾ കാണാം. ഇനി അതുപോലെ തന്നെ നമ്മുടെ ശരീരഭാഗങ്ങൾ പോലെയാണ് എന്ന് മനസ്സിലാക്കുക. നമുക്ക് ഉത്തമ അംഗം എന്ന് പറയുക ശിരസ്സാണ്. ഏറ്റവും താഴെയായിട്ട് നമ്മൾ പറയുക പാദമാണ്. എന്നിട്ട് പാദത്തിന് എന്തെങ്കിലും ച്യുതിയുണ്ടോ? ഈ ശിരസ്സിന് വളരെ മഹാത്മ്യമുണ്ട് പറഞ്ഞ് നമ്മൾ ശരീരത്തിൽ ഇതാണ് ഭാഗം നടക്കാറുണ്ടോ? ഹെൽമെറ്റ് വെക്കുന്ന തലയിലാണ്, അതൊക്കെ ശരിയാണെങ്കിലും നമ്മൾ ഒരാളെ നമസ്കരിക്കുമ്പോൾ എവിടെയാണ് നമസ്കരിക്കുക? ആ തല ഇങ്ങോട്ട് തരുമെന്ന് നമസ്കരിക്കട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെയല്ലല്ലോ ചെയ്യാറ്. നമ്മൾ എന്താണ് ചെയ്യാറ്? ആ പാദങ്ങളിലാണ് നമസ്കരിക്കുക അല്ലേ. ആ പാദങ്ങളിൽ ദാസനായി ഞാൻ തീരണേ എന്നാണ് പറയുക അല്ലേ. അഹം ഹരേ തവ അല്ലെ. എങ്ങനെയാണ്? ദാസാനുദാസോ ഭവിദാസ്മി ഭൂയ മനസ്മരേതാം സുപതേർ ഗുണാംസ്തേ ഗൃണീത വാക്കർമ്മകരോതുകായ. ആ പാദമൂലത്തിലെ ദാസാനുദാസനായിട്ട് എന്നെ വർത്തിക്കാൻ അനുഗ്രഹിക്കണേ എന്നാണ് വൃത്രാസുരൻ പോലും പ്രാർത്ഥിച്ചത് അല്ലേ. അപ്പോൾ ആ പാദങ്ങളിൽ ദാസനായിട്ടുള്ളതാണ് ആ ഭാവമാണ് ഏറ്റവും വലിയ സർവീസ് എന്ന് പറയണത്. ആ ഭാവമാണ് ഏറ്റവും വലുത്, സർവീസാണ് എന്നാണ് പറയുക, വളണ്ടറി ആയിട്ട് ചെയ്യുന്ന സർവീസ്. അപ്പം അതുകൊണ്ട് എങ്ങനെ പറയണു? അധ്യാപനം അത് ശരിക്ക് ബ്രാഹ്മണ ഗുണത്തിൽപ്പെട്ടതാണ്. വിദ്യ ഉപദേശിക്കുക, വേദ അധ്യയനം നടത്തുക, അത് പഠിപ്പിക്കുക, സ്വയം പഠിപ്പിക്കുക അല്ലെങ്കിൽ സ്വയം പഠിക്കുക. ഇനി രാജ്യപരിപാലനത്തിന് ഇത് മതിയോ? പോരാ. അതിന് ക്ഷാത്രവീര്യമുള്ള, യുദ്ധം ചെയ്യാൻ തൽപരരായിട്ടുള്ള, അതിൻ്റെ ഗുണങ്ങൾ കാണിക്കുന്ന ക്ഷത്രിയ ഗുണമുള്ള, രജോ ഗുണ സ്വഭാവമുള്ള ആളുകൾ വേണം. ആ രീതിയിൽ നീതി എന്നാലാണ് രാജ്യത്ത് സുരക്ഷയുണ്ടാവുള്ളൂ, നീതി ന്യായം ഉണ്ടാവുള്ളൂ. ഭയന്നാലേ തസ്കരന്മാരൊന്നും മോഷ്ടിക്കാതിരിക്കുക, അയൽ രാജ്യങ്ങൾ ആക്രമിക്കാതിരിക്കുക. അങ്ങനെയൊക്കെ ഒരു രാജ്യത്തിന് സുരക്ഷ വേണമെങ്കിൽ അവിടെ ക്ഷത്ര ഗുണമുള്ള ആളുകൾ വേണം, ക്ഷത്രിയന്മാർ വേണം. അവരുടെ പ്രധാന ലക്ഷ്യം എന്ത് തന്നെയാണ്? രാജ്യപരിപാലനവും നീതിന്യായവുമാണ്. അതേസമയം ജനങ്ങൾക്ക് സുഖമായി കഴിയാനായിട്ട് ക്രയവിക്രയങ്ങൾ വേണം, സമ്പാദ്യം വേണം, ധനം വേണം. അപ്പോൾ കച്ചവടം പ്രധാനമാണ്. കാരണം ധനം ആർജിക്കണം. അതെങ്ങനെ ആർജിക്കണം എന്നുള്ളതാണ്. വിത്തം വേണം ശരിക്കും. അതെങ്ങനെയാണ്? ധർമ്മമാർഗത്തിലൂടെ ആചരിക്കണം. അതാണ് വൈശ്യൻ്റെ ധർമ്മം. ഇപ്പോഴും കാണാം നമുക്കത്. ഇതെല്ലാം കഴിഞ്ഞാലും എല്ലാം നിലനിന്ന് പോകണമെങ്കിൽ സേവനമാണ് ഏറ്റവും മഹത്തായ മേഖല. ആ സേവനത്തിനും ആളുകൾ വേണം. അങ്ങനെ ബ്രാഹ്മണൻ, അതുപോലെ ക്ഷത്രിയൻ, അത് വൈശ്യൻ, ശൂദ്രൻ എന്ന രീതിയിൽ ചാതുർവർണ്ണ്യമായി തീർന്നു. അത് 4 വർണ്ണക്കാരും ഭഗവാൻ പറയണത് എങ്ങനെയാ വെച്ചാൽ ഈ 4 വർണ്ണക്കാരും ഏകോദര സഹോദരങ്ങളെ പോലെ വർത്തിച്ചിട്ട് ആ രാഷ്ട്രത്തെ അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുകയാണ്. അങ്ങനെ സ്വധർമ്മേ നിധനം ശ്രേയ, നമ്മുടെ ശ്രേയസ് സ്വന്തം ധർമ്മത്തിലാണ് എന്ന് പറയുന്നു. കർമ്മണ ജായതേ ഭക്തി, ഭക്തിയാൽ ജ്ഞാനം പ്രജായതേ, ജ്ഞാനാൽ പ്രജായതേ മുക്തി. ഇത് ശാസ്ത്രാർത്ഥ സംഗ്രഹം എന്നാണ് പറയുക. കർമ്മത്തിൽ നിന്നാണ് തുടക്കം. കർമ്മം നന്നാക്കുക. കർമ്മം നന്നാക്കി കഴിഞ്ഞാൽ മനസ്സേകം വജസ്സേകം കർമ്മണ്യേകം മഹാത്മന. മനസ്സ് ചിത്തശുദ്ധി വരുത്താൻ ഭഗവത് സ്മരണം, ഭഗവത് നാമം, ജപയജ്ഞം, അങ്ങനെ മനസ്സ് ശുദ്ധമാക്കുക. മനസ്സ് ശുദ്ധമായാൽ സ്വാഭാവികമായിട്ടും കർമ്മം ശുദ്ധമാവും. ആ കർമ്മത്തിൽ നിന്നാണ് തുടക്കം. നിറം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ആ കർമ്മങ്ങൾ കൊണ്ടാണ് ഈ നിറം ഉണ്ടാക്കിയത്. വേദം അഭ്യസിപ്പിക്കുക, അതുപോലെ തന്നെ ക്ഷത്രിയ ധർമ്മം പാലിക്കുക, വൈശ്യധർമ്മം പാലിക്കുക, ശൂദ്രധർമ്മം പാലിക്കുക. അങ്ങനെ ചിന്ത, വാക്ക്, കർമ്മം, അങ്ങനെ മനഃശുദ്ധി, വാക്ശുദ്ധി, കർമ്മശുദ്ധി. മനസ്സ് ശുദ്ധിയായാൽ കർമ്മം ശുദ്ധിയാകുന്നു. ആ മനഃശുദ്ധിക്ക് അനുസരിച്ച് കർമ്മം ചെയ്ത്
ഇതിൻ്റെ ഒക്കെ ലക്ഷ്യം ഭക്തി സമ്പാദിക്കലാണ്. ആ ഭക്തിയിലൂടെ ഭഗവാനെ അറിഞ്ഞ് ആ ജ്ഞാനസ്വരൂപനായ ഭഗവാനെ പ്രാപിക്കുക എന്ന് പറയുന്നു. ഇനി പറയണു 4 യുഗങ്ങൾ: കൃതയുഗം, ത്രിതായുഗം, ദ്വാപരയുഗം, കലിയുഗം. അല്ലെ, കൃതയുഗത്തിലെ പേര് വരാൻ തന്നെ കാരണം ആളുകൾ കൃതകൃത്യരായിരുന്നു. അവർക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ടിയിരുന്നില്ല, പാപചിന്തയുണ്ടായിരുന്നില്ല. എല്ലാ തരത്തിലും ഭേദഭാവമില്ലാത്ത എല്ലാം കൊണ്ടും കൃതകൃത്യന്മാരായിട്ടുള്ള ഒരു യുഗം. അവിടെ ദ്വേഷബുദ്ധിയില്ല. 2 എന്നുള്ള ഭാവം ഉണ്ടാവുമ്പോഴാണല്ലോ ബാക്കി എല്ലാം ഉണ്ടാവുക. എല്ലാം ഭഗവാനാണ്, കാണുന്നത് എല്ലാം ഭഗവാന്റെ അംശങ്ങൾ തന്നെയാണെന്ന് അറിയുമ്പോൾ നമുക്ക് ആ ഭേദഭാവമില്ല. അതുകൊണ്ടാണ് നമുക്ക് മുഖത്തിനോട് കുറച്ച് അധികം ഇഷ്ടം, കൈയിനോട് കുറച്ച് ഇഷ്ടമില്ലായ, കാലിനോട് ഒട്ടും ഇഷ്ടമില്ല, അങ്ങനെ വരില്ല. കാരണം ഈ ജീവിതം ചലിക്കണമെങ്കിൽ നമുക്ക് കാലുകൾ കൂടിയേ കഴിയൂ. ജീവിതത്തിൻ്റെ ചലനാത്മകത മുഴുവൻ കാലിലാണ്. അപ്പോൾ കാല് പ്രധാനമാണ്. അതേസമയം നമ്മുടെ എല്ലാ ചിന്തകളും ഇരിക്കുന്നത്, നമ്മുടെ 5 ഇന്ദ്രിയങ്ങളും കുടികൊള്ളുന്നത് നമ്മുടെ ഉത്തമാംഗം, നമ്മുടെ ഈ മുഖം തന്നെയാണ്. അതുകൊണ്ടാണ് അറിവ് സമ്പാദിക്കുന്നത് ബ്രാഹ്മണൻ, അല്ലേ, ആ അറിവ് സമ്പാദിക്കുന്നത് നമ്മുടെ ഈ മുഖത്തിലൂടെയാണ് എന്ന് പറയാനായിട്ട് കാരണം. അപ്പോൾ അതുകൊണ്ട് ജ്ഞാനം. ഇനി ആ കൃതയുഗത്തിൽ വർണ്ണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേ മനസ്സ്. അതുകൊണ്ട് ഉപാസന, പ്രണവം മാത്രം മതിയായിരുന്നു. ഭജനകളും വെറും ഭജന, ഈശ്വരനാമം ഭജിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് ത്രിതായുഗം വന്നു. അപ്പോഴേക്കും കുറച്ച് അനുഷ്ഠാനങ്ങളായി. അതുപോലെ തന്നെ ഋഗ് യജു സാമവേദങ്ങളുണ്ടായി. അങ്ങനെ അതിനനുസൃതമായിട്ട് ഉപാസനാ രൂപങ്ങൾ മാറി. യാഗങ്ങൾ നടത്താൻ തുടങ്ങി. പുത്രകാമേഷ്ടി യാഗമൊക്കെ നമുക്കറിയാലോ, കാമനകൾ കൊണ്ടാണ്, പുത്രനെ കാമിച്ചും കൊണ്ടാണ് ഇഷ്ടി. അപ്പോൾ ആ യാഗങ്ങളുടെ സ്വഭാവം വന്നു. അതോടുകൂടി ആളുകളിൽ ഭിന്നരുചിയായി കുറേശ്ശെ ആ രൂപങ്ങളിൽ മാറാൻ തുടങ്ങി. സത്വ രജ തമോ ഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഭിന്നരുചിക്കാരായ ആളുകൾ. ബുദ്ധിക്കും വാസനയ്ക്കും അനുസരിച്ച് ഉപാസനാ മാർഗങ്ങൾ മാറി. അങ്ങനെ ബ്രാഹ്മണൻ വേദ ഉപാസന, പഠനം, അത് പഠിപ്പിക്കൽ. വിരാട് പുരുഷൻ്റെ മുഖത്ത് നിന്ന ബ്രാഹ്മണൻ, നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മുടെ ഈ 5 ഇന്ദ്രിയങ്ങളും കുടികൊള്ളുന്നത് ഈ മുഖത്താണ്. ജ്ഞാനം സമ്പാദിക്കുക, ജ്ഞാനത്തെ നൽകുക. അറിവ് സമ്പാദിക്കുക, സമ്പാദിച്ച അറിവിനെ നൽകുക. അതേപോലെ ബാഹുവിൽ നിന്ന് ക്ഷത്രിയൻ, നമ്മൾ ദീർഘങ്ങളാം കരങ്ങളെ നൽകിയത്രേ മനുഷ്യനെ പാരിൽ അയച്ചതീശൻ എന്ന് പറയുന്നുണ്ട്. കർമ്മം ചെയ്യാൻ ഏറ്റവും പ്രധാനം നമ്മുടെ 2 കൈകളാണ്. കൈകൾ കൊണ്ടാണ് നമ്മൾ ചേർത്ത് പിടിക്കുന്നത്. അപ്പോൾ കർമ്മത്തെ അനുഷ്ഠിക്കുന്നത്. ബാഹുവിൽ നിന്ന് ക്ഷത്രിയൻ, ഊരുവിൽ നിന്ന് വൈശ്യൻ, പാദത്തിൽ നിന്ന് ശൂദ്രൻ. അങ്ങനെ ആ 4 വർണ്ണങ്ങളുണ്ടായി. പിന്നെ ആശ്രമങ്ങളുണ്ടായി: ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഈ ഒരു ആശ്രമത്തിൽ നിന്ന് അടുത്ത ആശ്രമം, അങ്ങനെ ക്രമാനുഗതമായിട്ടാണ് നമ്മുടെ ആചാരങ്ങൾ ഈ അനുഷ്ഠിക്കേണ്ടത്, ആശ്രമധർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത്. അതിൽ ശമം, ദമം, തപസ്, ശൗചം, അതുപോലെ സന്തോഷം, ക്ഷമ, ഭക്തി തുടങ്ങിയ ഗുണങ്ങൾ ആരിൽ പ്രകടമാകണോ അത് ബ്രാഹ്മണ ഗുണങ്ങളാണ് എന്നർത്ഥം. തേജസ്, ബലം, ദുഃഖം, സഹനം, സ്ഥിരത, ശൗര്യം, ഇതൊക്കെ ആരിൽ പ്രകടമാവണോ അത് ക്ഷത്രിയ ഗുണം. നമ്മൾ ആലോചിച്ചാൽ അറിയാം, പരശുരാമൻ്റെ അടുത്ത് വിദ്യ അഭ്യസിക്കുമ്പോൾ കർണൻ താൻ ക്ഷത്രിയനാണെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ആ ക്ഷത്രിയ ഗുണം മനസ്സിലാക്കി. എങ്ങനെയാണ്? തന്നെ ഒരു വണ്ട് കടിച്ച് അവിടെ നിന്ന് ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. അതിനെ സഹിച്ചിരുന്നു കൊണ്ട് തൻ്റെ ഗുരു തൻ്റെ മടിയിൽ കിടന്നുറങ്ങുമ്പോൾ ആ ഗുരുവിൻ്റെ നിദ്രയ്ക്ക് ഭംഗം വരണ്ട എന്ന് വിചാരിച്ച് അതിനെ സഹിച്ചിരുന്നു. ആ സഹനത്തിൽ നിന്ന്, ആ ഗുണത്തിൽ നിന്നാണ്. അല്ലാതെ കർണനെ മനസ്സിലാക്കിയത് ആ ഗുണത്തിൽ നിന്നാണ്. അപ്പം ഗുണമാണ് പ്രധാനം. പിന്നെ ബ്രാഹ്മണ സേവനം, അതുപോലെ തന്നെ ധനസഹായം, ഇതൊക്കെയാണ് വൈശ്യധർമ്മം. സേവിക്കണതിൽ ആനന്ദം കണ്ടെത്തുക, അത് ശൂദ്രധർമ്മം. അങ്ങനെ നമ്മുടെ ശിരസ് ഉത്തമ അംഗമായിട്ട് പറയുന്നു. നമ്മുടെ ഭുജങ്ങൾ ക്ഷത്രിയ വൃത്തിയെ ചെയ്യണു, നമ്മുടെ കാലുകൾ സേവനത്തെ ചെയ്യണു. ഇനിയൊരു കൂട്ടരുണ്ട്, അന്ത്യജന്മാർ പറയും, കളവ്, അനൃതം, മോഷണം, കലഹം, ഇതൊക്കെ തുടങ്ങുന്നത്. അതെല്ലാം ചേർന്നതാണ് ഈ ലോകം. ഇതാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ആശ്രമധർമ്മങ്ങൾ എന്ന് പറയുന്നു. ഉപനയം കഴിഞ്ഞ് ആദ്യം ബ്രഹ്മചര്യമാണ്. ഗുരുവിൻ്റെ അടുത്ത് താമസിച്ച് വിദ്യയെ അഭ്യസിക്കുന്നു. ആ ബ്രഹ്മചര്യത്തിൽ ഏകാഗ്രമായി മനസ്സിനെ നിർത്തണം. അതുകൊണ്ടാണ് ആ ആശ്രമത്തിൽ മറ്റു ചിന്തകളൊന്നും പാടില്ല. സ്ത്രീ സംഘം, അതുപോലെ ഇന്ദ്രിയ വിഷയങ്ങൾ, ഇതൊന്നും കുട്ടിയെ ബാധിക്കാനായിട്ട് പാടില്ല. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾ സ്കൂളുകളിൽ പഠിപ്പിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കുട്ടികളോട് നമ്മുടെ സ്കൂളുകളിൽ വരണ സമയത്ത്
ഈ സിനിമകളാണെങ്കിലും അതുപോലെ വിഷയങ്ങളുള്ള സിനിമകളൊക്കെ നമ്മൾ മിക്കതും അഡൾട്ട് ഓൺലി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരു കാലഘട്ടം വരെ കുട്ടികൾ എന്തായിരിക്കണം? ബ്രഹ്മചര്യത്തെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അനുഷ്ഠിക്കണമെന്ന് ഇന്നും ഈ കലികാലത്തിൽ നമ്മൾ നിശ്ചയിക്കൊണ്ടാണ് നമ്മൾ അതിനെ സെൻസർ ബോർഡും അതുപോലെ തന്നെ അഡൾട്ട് ഓൺലി ഒക്കെ ആക്കിയിട്ട് ഹിംസയാണെങ്കിലും അതുപോലെ കാമസംബന്ധമായിട്ടുള്ളതാണെങ്കിലും ഒക്കെ അതൊരു പ്രായം കഴിഞ്ഞവർക്കേ പാടൂ. ഇപ്പോൾ ഏതിലാണെങ്കിൽ ഇന്ന് ഇത്രയും അധികം നമ്മുടെ എന്താ പറയുക ടെക്നോളജി ഡെവലപ്ഡ് ആയിട്ട് പോലും 18 ഇയേഴ്സ് എബവ് നടിച്ചാലേ ചിലത് നമുക്ക് റീച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അവിടെയും ഉണ്ട് ഒരു സെൻസറിങ്. ഇത് തന്നെയാണ് ബ്രഹ്മചര്യം എന്ന് പറയുമ്പോൾ. ആ വിദ്യയെ അഭ്യസിക്കുന്നതാണ്, സദ്ഗുണങ്ങളെ സ്വീകരിക്കേണ്ടതാണ്, ഗുരുവിൻ്റെ അടുത്ത് നിന്ന് സേവനത്തിലൂടെയാണ് അനുഷ്ഠിക്കുന്നത്. സന്ദീപനി ഗുരുകുലം ആലോചിക്കുക, അവിടെ വെച്ച് എങ്ങനെയാണ് വിറക് കൊണ്ടുവരാനായിട്ട് അവർ പോയത് അല്ലേ? ആ സന്ദീപനി മഹർഷിയുടെ ഭഗവാനും അതുപോലെ തന്നെ നമ്മുടെ കുചേലനും എങ്ങനെയാണ്, പിന്നീടാണ് കുചേലൻ കേട്ടോ, സുധാമാവും എങ്ങനെയാണ് അവരെങ്ങനെയാണ് കഴിഞ്ഞുകൂടിയിരുന്നതെന്ന് ഓർക്കുക. ആ കലകളെ സ്വായത്തമാക്കിയതെന്ന് നോക്കുക. അതിൽ ഗുരോരനുഗ്രഹേണേവ പുമാൻ പൂർണ്ണപ്രശാന്തയെ, ഗുരു നമ്മുടെ മനസ്സിലുള്ള എല്ലാ അഹന്തയെയും അവിടെ നശിപ്പിച്ചു കളയുകയാണ്, അവിടെ ജ്ഞാനം ഉദിപ്പിക്കുകയാണ് ചെയ്യണത്. നമ്മുടെ എല്ലാ അഹങ്കാരത്തെയും നശിപ്പിക്കുന്നു. അങ്ങനെ സേവനം ചെയ്ത് ഞാൻ എന്നൊരു ഭാവം ഇല്ലാതെ ആക്കിയിട്ടാണ് ആ ഗുരു വിടുക. കാരണം വിദ്യ വിനയസമ്പന്നമാണ് യഥാർത്ഥ. സാ മുക്തയെ എന്നാ പറയുക, നമ്മളെ മുക്തി തരുന്നതാണ് യഥാർത്ഥ വിദ്യ. ആ വിദ്യയെ അഭ്യസിപ്പിച്ച ശേഷം, ആ വേദ അധ്യയനം കഴിഞ്ഞ ശേഷം, ഉപനയനമൊക്കെ കഴിഞ്ഞ് വിദ്യ അഭ്യസിച്ച് പിന്നെ സമാവർത്തനം കഴിഞ്ഞ് കുട്ടിക്ക് വേണമെങ്കിൽ ഗൃഹസ്ഥ ജീവിതം തുടങ്ങാം. അങ്ങനെ ഗാർഹസ്ഥ്യത്തിലേക്ക് അടുത്ത ആശ്രമം. ഗൃഹസ്ഥ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്, കാരണം ഭഗവാൻ അർജുനനെ തന്നെയാണ് ഗീതയ്ക്ക് ആളായിട്ട് തിരഞ്ഞെടുത്തത്. പാർത്ഥോ വത്സ സുധീർ ഭോക്ത എന്നാണ് പറയണത്. പാർത്ഥൻ അതിൻ്റെ കിടാവ്, അതിൻ്റെ ഭോക്താവ് നമ്മളെ സുധി, നല്ല ബുദ്ധിയുള്ള ആളുകളൊക്കെയാണ്. അപ്പോൾ ഒരു ഗൃഹസ്ഥാശ്രമിയാണ് ഭൂരിഭാഗം ആളുകളും. ഈ ആളുകളാണ് ഈ സമൂഹത്തിൻ്റെ നന്മ. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്നത് ഗൃഹസ്ഥാശ്രമമല്ലേ. അപ്പോൾ ആ ഗൃഹസ്ഥാശ്രമം എങ്ങനെ അനുഷ്ഠിക്കണം, അതിനാണ് അർജുനനെ നിമിത്തമാക്കി നമുക്ക് ഗീത ഉപദേശിച്ചത്. അവിടെ ഗാർഹസ്ഥ്യം എങ്ങനെ വേണം എന്ന് പറയുന്നു. അതിൽ പ്രധാനമായിട്ട് പഞ്ചമഹായജ്ഞങ്ങളെ പറഞ്ഞു വെക്കുന്നു. ഋഷിയജ്ഞമുണ്ട്, ദേവയജ്ഞമുണ്ട്, പിതൃയജ്ഞമുണ്ട്, നൃയജ്ഞമുണ്ട്, ഭൂതയജ്ഞമുണ്ട്. അതിൽ ഋഷിയജ്ഞം എന്ന് പറയുമ്പോൾ വേദ അഭ്യസിക്കുക, വേദം അറിയണം. നമ്മുടെ സംസ്കാരം എന്ത്, നമ്മുടെ മതഗ്രന്ഥം ഏതാന്ന് വെച്ചാൽ നമുക്ക് ഗ്രന്ഥമായിട്ടില്ല. അനന്തശാസ്ത്രം ബഹുവേദിതവ്യം അല്പശ്ച കാലോ ബഹവശ്ച വിഘ്ന. നമുക്ക് വേദമാണ് അടിസ്ഥാനം. വേദത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ എല്ലാ ആചാരങ്ങളും. അപ്പോൾ നമ്മൾ അറിയേണ്ടത് വേദം എന്ന് പറഞ്ഞാൽ അറിവ് എന്നതാണ്. അതിൻ്റെ ഏറ്റവും ടെക്സ്റ്റുവലായിട്ട് പറയുകയാണെങ്കിൽ അറിവ് സമ്പാദിക്കുക എന്നത് തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ അത് കഴിഞ്ഞാൽ ആദ്യം വേണ്ടത് ഋഷിയജ്ഞമാണ്. ആ വേദത്തെ അഭ്യസിക്കുക എന്നതിന് ശേഷം ഗുരുദക്ഷിണ ജ്ഞാനം സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മളെ തന്നെ നമ്മൾ ദക്ഷിണയായിട്ട് നൽകുക. നമ്മുടെ അഹംഭാവത്തെ, നമ്മളിലുള്ള ദ്വേഷബുദ്ധിയെ, ഇതിനെയൊക്കെ അവിടെ സമർപ്പിക്കുക. അങ്ങനെ മനസ്സ് ചഞ്ചല ചിത്തരായി ചെന്ന മനസ്സ് വളരെ നിർമ്മലമായ ഭക്തി സന്ദ്രമായൊരു മനസ്സാക്കി ദ്വൈതഭാവമില്ലാതെ ഭേദഭാവമില്ലാതെ ആ ജ്ഞാനത്തിന് ഉപയുക്തമായ മനസ്സാക്കി തിരിച്ചു പോരുക. അതാണ് ഗുരു അനുഗ്രഹിക്കുക. ആ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വേറെ ഒന്നും വേണ്ട വിജയിക്കാൻ. ആ ഗുരു അനുഗ്രഹമാണ് ഒരു ജീവിതം കൊണ്ട് നമ്മൾ നേടേണ്ടത്. ഗുരുവാണ് നമ്മളെ ഈശ്വര സമക്ഷത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ആ ഭഗവാന്റെ ഇടയ്ക്കുള്ള തോണി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഗുരുവാണ് എന്നർത്ഥം. അങ്ങനെ ഋഷിയജ്ഞം, അത് കഴിഞ്ഞാൽ നമ്മളെ ദേവയജ്ഞം. ദേവയജ്ഞത്തിലെ പൂജാദികളാണ് നമുക്ക് ചെയ്യുക. നമ്മൾ അർച്ചന ചെയ്യുക. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയത എന്ന് പറയും. അപ്പോൾ 2 തരത്തിലുള്ള പൂജ. ആത്മപൂജ എന്ത് തന്നെയാണ്? ശരീരത്തിലുള്ള കാമക്രോധ മോഹ മത ലോഭ മാത്സര്യം, ഈ ഗുണങ്ങൾ തന്നെയാണ് പറയുക. എന്തായാലും ഇതിനെയെല്ലാം, ഈ ദുർഗുണങ്ങളെയെല്ലാം മാറ്റി ആ ഭഗവാനെ അവിടെ പ്രതിഷ്ഠിക്കുക. കർപ്പൂരം നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ അഹംഭാവത്തെയും നമ്മുടെ ആർത്തിയെയും ഒക്കെ നമ്മൾ അതിൽ ഭസ്മമാക്കുക. അങ്ങനെ ചെയ്യുക. നമ്മുടെ മനസ്സിലുള്ള കാരുണ്യം, സ്നേഹമൊക്കെ പുഷ്പങ്ങളായിട്ട്, അഹിംസ പ്രഥമം പുഷ്പം എന്ന് പറയും. ഏറ്റവും വലിയ പുഷ്പം, ആദ്യത്തെ പുഷ്പം അഹിംസയാണ്. അങ്ങനെ ഏതൊക്കെ സത്വഗുണങ്ങളുണ്ടോ അതുകൊണ്ട് ഉപാസിക്കുക. ഉപാസിക്കുമ്പോൾ ആ സദ്ഗുണങ്ങളെ നമ്മൾ സ്വീകരിക്കുന്നു, അതിനെ ഭഗവാനായി സങ്കല്പിക്കുന്നു. അതേപോലെ ഓരോ പുഷ്പവും അർച്ചന ചെയ്യുമ്പോൾ, മാല കെട്ടുമ്പോൾ നമ്മൾ ആ ഭഗവാന്റെ അംഗങ്ങളെ ആലോചിക്കുക. ഭഗവത് സ്വരൂപത്തെ മനസ്സ് അതിലേക്ക് നിർത്തുക. എങ്ങനെയാണോ നമ്മളൊരു കത്ത് എഴുതുമ്പോൾ ഓരോ വരികൾ എഴുതുമ്പോൾ ആ വരികളിലൊക്കെ നമുക്ക് ആർക്കാണോ അയക്കേണ്ട കത്ത്, ആ ആളുടെ രൂപം,
ആ ആളോട് സംവദിക്കുകയാണ് നമ്മൾ. ആ ഭാവമാവും നമ്മുടെ മനസ്സിലുണ്ടാവുക. അപ്പം അതേപോലെ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ആ മാലകൾ കെട്ടി ആ ഭഗവാനെ സമർപ്പിക്കുക. കാരണം എന്താ? ഇതം ന മമ, അല്ലേ? എന്താണ് ആ ഭഗവാനെ? എല്ലാം ആ ഭഗവാന്റെയാണ്. ഈ ഭഗവാന്റെ നിന്ന് എടുത്ത് ഇതാ ഭഗവാന് തന്നെ ഞാൻ സമർപ്പിക്കുന്നു. തുദീയം വസ്തു ഗോവിന്ദ തുഭ്യമേവ സമർപ്പയേത്, അല്ലേ? ആ ഭാവത്തിൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുക. അതാണ് ശരിക്കും ദേവയജ്ഞം. ദേവയജ്ഞം കഴിഞ്ഞാൽ പിതൃയജ്ഞം. നമ്മൾ ഇന്നിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നിലൊരു പരമ്പരയുണ്ട്. ആ പരമ്പരയെ നമ്മൾ ഒരിക്കലും വിസ്മരിക്കരുത്. ഇന്നത്തെ എല്ലാ ആളുകളും ആ പഴമയെ നമ്മൾ തള്ളിക്കളയുക. പഴമ എന്ന് പറഞ്ഞാൽ എന്തോ, അല്ലേ? ഏറ്റവും അന്ധകാരത്തിൽ ജീവിച്ചൊരു ജനത എന്നൊരു സങ്കല്പത്തോടെ പുച്ഛത്തോടെ ഓർക്കുകയാണ്. നമ്മുടെ ശാസ്ത്രമെടുക്കുകയാണെങ്കിലും എത്രയോ കാലഘട്ടം പിന്നിലുള്ള ജീനുകൾ നമ്മൾ ഇന്നുമുണ്ട്. നമ്മൾ അങ്ങനെയുള്ള ഒരു പാരമ്പര്യത്തിൻ്റെ കണ്ണിയാണ്. ആ ജീനാണ് നമ്മളിൽ വസിക്കുന്നത്. നമ്മുടെ ഈ ജന്മം പിന്നിലേക്ക് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ പല പല യോനികൾ ജയിച്ചത് കൊണ്ട് ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളോടും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. കാരണം ഏതോ ഒരു ജന്മത്തിൽ നമ്മളൊരു പക്ഷേ വൃക്ഷമായിട്ടും പക്ഷിയായിട്ടും മൃഗമായിട്ടും അങ്ങനെ പലതരം യോനികളിലൂടെ വന്ന് ഈ മനുഷ്യദേഹം നമ്മൾ സ്വീകരിച്ചു. ആ മനുഷ്യദേഹം സ്വീകരിച്ചപ്പോഴും എത്രയോ മുതുമുത്തശ്ശന്മാരുടെയൊക്കെ പാരമ്പര്യം, അവരുടെ ഉപാസനകളിലെ ശ്രേഷ്ഠത കൊണ്ടൊക്കെയാണ് നമ്മൾ ആർജിച്ച പുണ്യം എന്ന് പറയുന്നത്. അത് ഞാൻ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. നമ്മൾ അനുഭവിച്ച പുണ്യം ആ നമ്മുടെ മുന്നേയുള്ള തലമുറ ഉപാസിച്ച ആ ഉപാസന പുണ്യമാണ് നമ്മളെയും അത് നമ്മളെ ഏവരെയും ഈ അല്ലേ ആ ഭാഗവത സത്രത്തിലും ഈ ഭാഗവതത്തിന് മുമ്പിലും എത്തിയത്. ജന്മാന്തരേ ഭവേൽ പുണ്യം തഥാ ഭാഗവതം ലഭേത്. അങ്ങനെ ആ പിതൃക്കളെ ഓർക്കുക, അവർക്ക് വേണ്ട ശ്രാദ്ധം ചെയ്യുക. ശ്രദ്ധയോടെ ചെയ്യണത് ശ്രാദ്ധം അങ്ങനെ ചെയ്യുക. അത് കഴിഞ്ഞാൽ ഭൂതയജ്ഞം. നമ്മുടെ ചുറ്റും നമ്മളെ ആശ്രയിച്ച് ഗൃഹസ്ഥനെ ആശ്രയിച്ച് നിലകൊള്ളുന്നതാണ് പക്ഷികൾ, മൃഗങ്ങൾ തുടങ്ങിയവയൊക്കെ. അവയൊക്കെ കരുതിക്കൊണ്ട് അവയൊക്കെ പരിപാലിപ്പിക്കുക. ഗോവർദ്ധന പൂജ ഓർക്കുക. അതുപോലെ ആൽവൃക്ഷം പോലെയുള്ള വൃക്ഷങ്ങളെ സംരക്ഷിക്കുക. നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയെ സംരക്ഷിക്കുക. അതുതന്നെയാണ് ഈ ഭൂതയജ്ഞം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ പഞ്ചയജ്ഞങ്ങളെ അനുഷ്ഠിക്കുന്ന ഗൃഹസ്ഥാശ്രമമാണ് ഏറ്റവും പുണ്യമായ ആശ്രമം. അതിനുശേഷം വാനപ്രസ്ഥം സ്വീകരിക്കുക. വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ അറ്റാച്ച്മെൻറ്റ്. കാരണം നമുക്ക് ഏകദേശം ജീവിതത്തിൻ്റെ 70-ആം വയസ്സൊക്കെ ആവും. ഒരു മൂന്നാം ഭാഗം എന്ന് പറയാം. അത് വാനപ്രസ്ഥമാണ്. അതിൽ എല്ലാ മോഹങ്ങളെയും നമ്മൾ കടക്കുകയാണെങ്കിൽ സുഖം ഉപേക്ഷിക്കുക, ധരിക്കുകയാണെങ്കിൽ വസ്ത്രം എന്നുള്ള ചിന്ത ഉപേക്ഷിക്കുക, ഏറ്റവും വസ്ത്രങ്ങളിലൊന്നും വലിയ ശ്രദ്ധയില്ലാണ്ടിരിക്കുക, ഭക്ഷണങ്ങളിൽ ശ്രദ്ധയില്ലാണ്ടിരിക്കുക. ഏതിലൊക്കെയാണോ ഈ ജീവന് ഒട്ടലുള്ളത് അതിനെയൊക്കെ ക്രമാനുഗതമായി ഉപേക്ഷിച്ചാൽ നമ്മൾ മുക്തമായി. മരണം പിന്നെ വലിയ വിഷയമില്ല. അത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനമായിട്ട് വേണമെങ്കിൽ നമുക്ക് സന്യസിക്കാം. വിരക്തരാഗസ്യ ഗൃഹം തപോവനം. ഇപ്പം നമുക്ക് അതാണ് പ്രധാനം. കാടുകളിൽ പോയിട്ട് സന്യസിക്കാനായിട്ട് സാധിക്കില്ല. വിരക്തരാഗസ്യ ഗൃഹം തപോവനം. ആ രാഗങ്ങളിൽ നിന്ന് മുക്തി നേടിക്കഴിഞ്ഞാൽ നമ്മുടെ ഗൃഹത്തിനെ തന്നെ നമുക്ക് എന്താക്കാനായിട്ട് കഴിയും? തപോവനമായിട്ട് കഴിയും. അങ്ങനെ എല്ലാത്തിൽ നിന്നും മനസ്സിനെ അടർത്തിക്കഴിഞ്ഞാൽ, ആ ഒട്ടലടർത്തിക്കഴിഞ്ഞാൽ നമ്മൾ ബദ്ധനിൽ നിന്ന് മുക്തനായിത്തീരും. പിന്നീട് നമുക്ക് ഇതാ പരീക്ഷിത്ത് മഹാരാജാവിനെ പോലെ തന്നെ മരണത്തെ അഭയം എന്ന രീതിയിൽ, നിർഭയമായ രീതിയിൽ നമുക്കതിനെ വേഗമാവട്ടെ എന്ന രീതിയിൽ, വേഗം വന്ന് എൻ്റെ ഈ ദേഹത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കൂ എന്ന രീതിയിൽ സന്തോഷത്തോടെ അതിനെ സ്വീകരിക്കാൻ കഴിയും. അതാണ് 4 ആശ്രമധർമ്മങ്ങൾ. അങ്ങനെ വർണ്ണാശ്രമങ്ങളും വിഭൂതി വിസ്തര യോഗവുമാണ് നമ്മൾ ഇതുവരെ അനുസ്മരിച്ചത്. ഏതായാലും ഒരിക്കൽ കൂടി ഈ സത്രവേദിയിലെത്തി ഭഗവാന്റെ ഈ വിഭൂതിയെ പറ്റിയൊക്കെ സംസാരിക്കാനായിട്ടും നമുക്കൊപ്പം ചേർന്ന് ഈ ഭക്തരോടൊപ്പം ചേരുക എന്നതാണ് ഏറ്റവും പ്രധാനം. ആ ഗുണങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തുന്നു. കാരണം പ്രയാഗിൽ കുംഭമേള നടക്കാൻ പോവുകയാണ്. അവിടെ ഈ ഭക്തരുടെ സാന്നിധ്യം കൊണ്ടാണ് ഗംഗ ഒന്നുകൂടി പവിത്രീകരിക്കുന്നതെന്നാണ് പറയുക. അപ്പോൾ ആ ഭക്തരുടെ എല്ലാവരുടെയും പാദങ്ങളിൽ സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഭഗവാനും ഭക്തർക്കുമായിട്ട് സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേത് സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.